Alhamdulillahi Rabbil Alameen. Bismillahirrahmanirrahim. Alhamdulillahi Rabbil Alameen. In the morning when we wake, Bismillah, Bismillah. With every step we take, Bismillah, Bismillah. With every word we say, Bismillah, Bismillah. And every game we play, Bismillah, Bismillah. Bismillahir Rahmanir Rahim. Wal 'asr. Innal insana lafi khusr. إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه المجيد: أعوذ بالله السميع العليم من الشيطان الرجيم. ولا تنكحوا المشركات حتى يؤمن ولا أمة مؤمنة خير من مشركة ولو أعجبتكم ولا تنكحوا المشركين حتى يؤمنوا ولا عبد مؤمن خير من مشرك ولو أعجبكم أولئك يدعون إلى النار والله يدعو إلى الجنة والمغفرة والله يدعو إلى الجنة والمغفرة بإذنه ويبين آياته للناس لعلهم يتذكرون. رب اشرح لي صدري يسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹമുള്ള സഹോദരന്മാരെ, ഈ ശബ്ദം ശ്രവിക്കുന്ന ബഹുമാന്യരായ സുഹൃത്തുക്കളെ, ഇസ്ലാമിക സംസ്കാരം എന്ന വിഷയത്തെ സംബന്ധിച്ച് ഏതാനും സമയം നിങ്ങളോടൊപ്പം ചെലവഴിക്കുകയാണ്. ലോകത്ത് ഒരുപാട് സംസ്കാരങ്ങളുണ്ട്, ഒരുപാട് വിശ്വാസങ്ങളുണ്ട്, ഒരുപാട് കർമാനുഷ്ഠാനങ്ങളുണ്ട്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസവും അവന്റെ സംസ്കാരവും അവന്റെ ജീവിത സ്വഭാവവും നിലവാരവും ഒക്കെ ഒരു പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ നിർവഹിക്കേണ്ടവരാണ്. ആ പ്രമാണം വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ്. അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് യാത്ര പോകുന്നതിന് മുമ്പ് ആ സഹാബത്തിന് നിരാലംബരും നിരാശ്രയരുമായി വിട്ടേച്ചു പോകാതിരിക്കാൻ വേണ്ടി അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തോട് പറഞ്ഞു: ഞാൻ നിങ്ങളിൽ രണ്ട് കാര്യം അവശേഷിപ്പിക്കുകയാണ്. തറക്തു ഫീക്കും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമ. അവ രണ്ടും നിങ്ങൾ മുറുകെ പിടിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ വിശ്വാസമോ നിങ്ങളുടെ സംസ്കാരമോ ജീവിതക്രമങ്ങളോ ഒരിക്കലും അത് മാർഗഭ്രംശം സംഭവിക്കുന്നതല്ല. അത് സ്വർഗത്തിന്റെ പാതയിൽ നിന്ന് ഒരണുപോലും വ്യതിചലിച്ചു പോകുന്നതല്ല. അതുകൊണ്ട് നിങ്ങൾ എന്റെ വിശുദ്ധ ഖുർആനും ആ പ്രവാചകന്റെ ചര്യയും നിങ്ങൾ ജീവിതത്തിൽ പകർത്തണം. അങ്ങനെ വരുമ്പോൾ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമ, ആ രണ്ടെണ്ണം കിതാബുല്ലാഹ്, ഒന്ന് പരിശുദ്ധ ഖുർആൻ, സുന്നത്ത് റസൂലിഹി, പ്രവാചകന്റെ ചര്യയുമാണ്. ഈ രണ്ടിൽ നിന്നുമാണ് നമ്മുടെ എല്ലാ സംസ്കാരങ്ങളും നാം ഉൾക്കൊള്ളേണ്ടത്. ഈ സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന സമൂഹത്തിന്റെ പേരാണ് മുസ്ലിം. അപ്പോൾ ഒരു ഇസ്ലാമിക സംസ്കാരം എന്ന് പറയുമ്പോൾ ഒരു മുസ്ലിം ഉൾക്കൊള്ളുന്ന സംസ്കാരമാണ്. അത് അവന്റെ ജീവിതത്തിന്റെ അഖില മേഖലകളിലും ഉണ്ടാവണം. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചോളം ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിന്റെ മർമ്മപ്രധാനമായ ഒരു വശമാണ് തന്റെ ജീവിതത്തിലെ ദാമ്പത്യം. ഈ ഇഹലോക ജീവിതത്തിൽ ജീവിക്കുമ്പോൾ ഏറ്റവും ഒരു മനുഷ്യനെ ചിന്തിപ്പിക്കുകയും അതേ അവസരത്തിൽ മനുഷ്യനെ വളരെ കൂടുതൽ സന്തോഷിപ്പിക്കുകയും മരണം വരെ സന്തോഷിക്കുന്നവരുണ്ട് വിവാഹത്തിലൂടെ. മരണം വരെ ദാമ്പത്യ ജീവിതം. അങ്ങനെ ജീവിച്ചവരിൽ ഒരാളാണ് ലോകം കണ്ട ഏറ്റവും വലിയ മാതൃകായോഗ്യനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ പത്നി മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പരിശുദ്ധ റമളാനിലെ
അവസാനത്തെ തന്റെ സമയത്ത് അള്ളാഹുവിന്റെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹിനോട് പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരെ, അങ്ങയോട് ഏതെങ്കിലും അർത്ഥത്തിൽ ഏതെങ്കിലും തരത്തിൽ ഞാൻ നിങ്ങളോട് തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മാപ്പ് തരണമെന്ന് റസൂലുള്ളാഹിനോട് കരഞ്ഞ് കലങ്ങിയ മനസ്സോടും ചിന്തയോടും വേർപ്പെടുന്ന, ദുനിയാവിനോട് വേർപ്പെടുന്ന അവസാനത്തെ നിമിഷത്തിൽ റസൂലുള്ളാഹിനോട് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, അയ്യുമാ ഇംറഅത്തിൻ മാതത് സൗജുഹാ അൻഹാ റാളിൻ ദഖലത്തിൽ ജന്ന. ഒരു ഭാര്യ തന്റെ ഭർത്താവിനെ ആദർശപരമായി അതോടൊപ്പം ഇസ്ലാമിക സംസ്കാരത്തോട് യോജിക്കുന്ന തരത്തിൽ നീതിയുക്തമായ ഭർത്താവിന്റെ നിയന്ത്രണത്തിൽ ജീവിച്ച് ഭർത്താവിനെ സംതൃപ്തിപ്പെടുത്തിക്കൊണ്ടൊരു ഭാര്യ മരിക്കുകയാണെങ്കിൽ ദഖലത്തിൽ ജന്ന, തൽഫലമായി അവൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. അപ്പം ഒരു ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ നമസ്കാരം നിർവഹിക്കാതിരുന്നാൽ ഇസ്ലാമിന്റെ നിയമപ്രകാരം അവൻ നരകത്ത് പോകും, അല്ലെ? നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു നരകത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളോട് അതിന്റെ പാറാവുകാർ ചോദിക്കുന്നു, മാ സലക്കക്കും ഫീ സഖർ, എന്തേ നിങ്ങൾ ഇത്രയും ഭീകരമായ നരകത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ഭീകരമായ സഖർ എന്ന് പറയുന്ന ഈ നരകത്തിൽ നിങ്ങൾ പ്രവേശിക്കാൻ കാരണമെന്തെന്ന് ചോദിക്കുമ്പോൾ അവര് പറയുന്നു, ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കരിച്ചിട്ടില്ലായിരുന്നു. നമസ്കരിക്കാത്തവർക്ക് നരകമുണ്ടെങ്കിൽ ഭർത്താവിനെ സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് അള്ളാഹിന്റെ മാർഗത്തിൽ ജീവിച്ച് ഈ സംസ്കാരവുമായി ബന്ധം പുലർത്തിക്കൊണ്ട് ജീവിച്ച് മരിക്കുന്ന ഒരു ഭാര്യക്ക് സ്വർഗമുണ്ടെന്ന് ഇസ്ലാം നിർദ്ദേശിക്കുകയാണ്. ആ സംസ്കാരത്തിലായിരിക്കണം എങ്കിൽ മാത്രമേ ആ സ്വർഗം ലഭ്യം. അപ്പൊ നമുക്ക് ആ സംസ്കാരം എന്താണെന്നാണ് പരിശോധിക്കേണ്ടത്. അങ്ങനെ സ്വർഗം ലഭ്യമാകണമെങ്കിൽ അതിനുള്ള സംസ്കാരം ഏതാണ്? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ലാ തൻകിഹുൽ മുശ്രിക്കാത്ത്, ശിർക്ക് ചെയ്യുന്ന പെണ്ണുങ്ങളെ നിങ്ങൾ കല്യാണം കഴിക്കാൻ പാടില്ല. അങ്ങനെ ശിർക്ക് ചെയ്യുന്ന പെണ്ണുങ്ങളെ, അപ്പൊ ശിർക്ക് ചെയ്യുന്ന പെണ്ണുങ്ങൾ പറഞ്ഞപ്പോ ഏതാ? മുശ്രിക്കത്തായ പെണ്ണെന്ന് പറഞ്ഞാൽ നമ്മളുടെ കാഴ്ചപ്പാടിൽ നാരായണി അല്ലെങ്കിൽ യശോദ അതായിരിക്കും, അല്ലെ? പക്ഷേ വിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന കാലത്ത് ഈ നാരായണി യശോദയൊന്നും ഇല്ല. അതൊക്കെ ആരപ്പ മോഹൻജദാരോ സംസ്കാരത്തിന്റെ ദ്രാവിഡ സംസ്കാരത്തിന് ശേഷമാണ് നമ്മൾ ഈ പറയുന്ന ആൾക്കാരുണ്ടാകുന്നത്, അല്ലെ? യഥാർത്ഥത്തിൽ മുശ്രിക്കത്തായ പെണ്ണെന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ബദ്ധശത്രുക്കളായി തന്നെ ജീവിച്ച, എന്നാൽ മുസ്ലിം ആണെന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള പേരുകളുള്ള ആളുകൾ തന്നെയായിരുന്നു, അല്ലെ? അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന കാലത്ത് ഒരു സംസ്കാരത്തിന്റെ ഉടമസ്ഥന്മാരെന്ന നിലക്ക് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? വിവാഹം കഴിക്കുമ്പോൾ ഒരു മുശ്രിക്കത്തായ പെണ്ണ് നിങ്ങൾ വിവാഹം കഴിക്കാൻ പാടില്ല. വളരെ വ്യവസ്ഥാപിതമായി ഹത്താ യുഅ്മിന്ന, അവർ സത്യവിശ്വാസിയാകുന്നത് വരെ. അപ്പൊ തൗഹീദ് ഉൾക്കൊള്ളുന്നത് വരെ ഒരു മുശ്രിക്കത്തായ പെണ്ണ് വിവാഹം കഴിക്കാൻ പാടില്ല. അതിന് പകരം വല അമത്തുൻ മുഅ്മിനത്തുൻ ഖൈറും മിൻ മുശ്രിക്കത്തിൻ, ഒരു മുശ്രിക്കത്തായ പെണ്ണിനേക്കാൾ നിങ്ങൾക്ക് എന്തുകൊണ്ടും ഗുണം ഒരു അടിമപ്പെണ്ണാണ്. ഒരു അടിമപ്പെണ്ണെ വിവാഹം കഴിച്ചാലും നിങ്ങളൊരു മുശ്രിക്കത്തായ പെണ്ണെ വിവാഹം കഴിക്കാൻ പാടില്ല. അങ്ങനെയുണ്ട് ഖുർആന്റെ സംസ്കാരം. നമ്മളൊക്കെ സാധാരണ കല്യാണം കഴിക്കുമ്പോ ശിർക്കുണ്ടോ വിദേഹത്തുണ്ടോ ഇതൊന്നും നമ്മൾ നോക്കാറില്ല. പൈസ ഉണ്ടോ നമ്മൾ നോക്കല്. പൈസ ഉണ്ടോ, തെങ്ങും തേപ്പുണ്ടോ, കാറുണ്ടോ, ബസ് ഉണ്ടോ, ലോറി ഉണ്ടോ, ഇവിടുത്തെ എന്താന്ന് എനിക്കറിഞ്ഞൂടാ. നാദാപുരം തെങ്ങാണ്. നാദാപുരത്ത് തെങ്ങുമൽ കാണാനും നോക്കല്, പെണ്ണിനല്ലല്ലോ കാണാൻ വന്നോല് നോക്ക്. പെണ്ണ് കാണാൻ വന്ന തെങ്ങ് നോക്കുന്ന ആൾക്കാരാണ് കൂടുതൽ ഉണ്ടാവാറുള്ളത്. ഈ ഭാഗങ്ങളിൽ അങ്ങനെയാണത്രേ. ഏതായിരുന്നാലും ആദർശത്തിനാണ് ഈ ഇസ്ലാമിക സംസ്കാരത്തിൽ ഏറ്റവും വലിയ പ്രാധാന്യം, മനസ്സിലല്ലേ? അതുകൊണ്ട് ഖുർആൻ പറയുന്നു, വല അമത്തുൻ മുഅ്മിനത്തുൻ ഖൈറും മിൻ മുശ്രിക വലൗ അഅജബതുക്കും, നിങ്ങളെ ഒരു പക്ഷേ മുശ്രിക്കത്തായ പെണ്ണിന്റെ സൗന്ദര്യം, അവളുടെ കുലീനത, തറവാട്, അവളുടെ ഒരുപാട് സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ, ഇതൊക്കെ നിങ്ങളെ അത്ഭുതപ്പെടുത്തുകയാണെങ്കിൽ പോലും നിങ്ങൾ ആ വിവാഹം ചെയ്യാൻ പാടില്ല. ഉണ്ടോ? എത്ര കർക്കശമായിട്ടാണ് വലാ തൻകിഹുൽ മുശ്രിക്കീന ഹത്താ യുഅ്മിനൂ. അതുപോലെ തന്നെ ഒരു പെണ്ണ് ഇങ്ങോട്ടും വിവാഹം കഴിക്കാൻ പാടില്ല. ഒരു ഇനിയിപ്പോ ബൗദ്ധ വിശ്വാസിയായ ഒരു പുരുഷനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ പറ്റും ഒരു പെണ്ണ്? സ്ത്രീന്റെ ആദ്യം പറഞ്ഞു, ഇനി പുരുഷന്റെ പറ്റും. ആ സംസ്കാരവും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ആദർശ വിശുദ്ധിക്കാണ് ഖുർആൻ ഏറ്റവും വലിയ മുന്തിയ പരിഗണന കൊടുത്തത്. എന്നിട്ട് പറഞ്ഞു, വല അബ്ദുൻ മുഅ്മിൻ ഖൈറും മിൻ മുശ്രിക്
ഒരു ബഹുദൈവ വിശ്വാസിയായ ഒരു അടിമ പുരുഷനാണ് നിങ്ങളുടെ മകൾക്ക് ഭർത്താവായി ലഭിക്കുന്നെങ്കിൽ അതാണ് മുശ്രിക്കായ ഒരു പുരുഷനെ നിങ്ങൾക്ക് മകൾക്ക് വിവാഹത്തിനായി വരനായി ലഭിക്കുന്നതിനേക്കാൾ ഉത്തമം എന്ന് വിശുദ്ധ ഖുർആൻ. എന്നിട്ട് അല്ലാഹു പറയുന്നു വലൗ അഅജബക്കും, ഈ പുരുഷന്റെ മുശ്രിക്കായ പുരുഷന്റെ കയ്യിലുള്ള പണവും പ്രതാപവും പ്രശസ്തിയും അവന്റെ സൗഭാഗ്യങ്ങളുമൊക്കെ നിങ്ങൾ എത്ര തന്നെ അത്ഭുതപ്പെടുത്തിയാലും ശരി, അത്തരം വിവാഹങ്ങൾ നിങ്ങൾ നടത്താൻ പാടില്ല. കാരണം ഉലൈക യദ്ഊന ഇലന്നാർ, അവർ നിങ്ങളെ ക്ഷണിക്കുന്നത്, ശിർക്കിന്റെ ആളുകൾ നിങ്ങളെ ക്ഷണിക്കുന്നത് അള്ളാഹിന്റെ അതികഠിന കഠോരമായ നരകത്തിലേക്കാണ്. എന്നാൽ വല്ലാഹു യദ്ഉ ഇലൽ ജന്നത്തി വൽ മഗ്ഫിറ, പടച്ച തമ്പുരാൻ പറഞ്ഞതുപോലെ വിവാഹം കഴിക്കുന്ന ആളുകളോ അവർ അള്ളാഹു വിശുദ്ധ ഖുർആന്റെ ഈ ആയത്തിന്റെ പാളികളിലൂടെ ക്ഷണിച്ചത് സ്വർഗത്തിലേക്കും പാപമോചനത്തിലേക്കുമാണ്. അപ്പൊ ഒരു ഈ സംസ്കാരമുള്ള ആളുകൾക്കുള്ളതാണ് സ്വർഗം. ഈ സംസ്കാരം ഉൾക്കൊള്ളുന്ന ആളുകളുടെ പാപമാണ് റബ്ബ് സുബ്ഹാനഹു തആല മഗ്ഫിറത്താക്കാമെന്ന് വായദ ചെയ്തു. ഈ സംസ്കാരമില്ലാത്ത ആളുകൾക്ക് സ്വർഗം കൊടുക്കേണ്ട ബാധ്യതയോ അവർക്ക് അല്ലാഹു മാപ്പ് കൊടുക്കേണ്ട ബാധ്യതയോ അല്ലാഹുവിനില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല വളരെ വ്യക്തമായി സൂറത്തുൽ ബഖറയിൽ വിശദമാക്കിയിരിക്കുകയാണ്. ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇതിവിടെ നമ്മളിപ്പോ മനസ്സിലാക്കുന്നത് ഇസ്ലാമിക സംസ്കാരത്തിൽ ഒരു വിവാഹം കഴിക്കുമ്പോൾ അവിടെ ഏറ്റവും മുന്തിയ പരിഗണന കൊടുക്കേണ്ടത് തൗഹീദുള്ള ആളുകൾ തമ്മിലാണ്. ശിർക്കുള്ള ആളുകൾ തമ്മിൽ വിവാഹം ചെയ്യാൻ പാടില്ല. ശിർക്കുള്ള ആളുകൾക്ക് തമ്മിൽ വിവാഹം ചെയ്യാം, അത് അല്ലാഹു വേറെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വ്യഭിചാരിയെയും മുശ്രിക്കായ ആളുകളെയും തമ്മിൽ അല്ലാഹു കൂട്ടിയിണക്കുന്നൊരു കാര്യം പറഞ്ഞതിന് ശേഷം പറഞ്ഞു ഹുർരിമ ദാലിക അലൽ മുഅ്മിനീൻ, അത് വിശ്വാസികൾക്ക് ഹറാമാണ്, ചെയ്യാൻ പാടില്ല. അപ്പോ ഒരു ഇസ്ലാമിക സംസ്കാരത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് വ്യഭിചാരിയായ ഒരു പുരുഷനെയോ അല്ലെങ്കിൽ വ്യഭിചാരിണിയായ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ പാടില്ല. അപ്പോ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ സുപ്രധാനമായ വശം അതാണ്. അപ്പൊ അതുകൊണ്ട് ഒരു വിവാഹം കഴിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യപൂർവ്വം നാം ശ്രദ്ധിക്കേണ്ടുന്ന വശമാണ് അല്ലാഹു സുബ്ഹാനഹു തആല വിശദമാക്കിയത്. എന്നാൽ ഈ സംസ്കാരം വിട്ടുകൊണ്ട് ഈ സംസ്കാരത്തിന്റെ മാന്യതയിലും തണലിലും നിഴലിലും നിൽക്കാൻ നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് പറയുകയാണെങ്കിൽ, നമ്മളെ മാതാപിതാക്കളാണല്ലോ ഇസ്ലാമിലെ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള വിഭാഗം ആളുകൾ, അല്ലെ? അള്ളാഹും അവന്റെ പ്രവാചകനും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും വലിയ പ്രാധാന്യം ഇസ്ലാമിക സംസ്കാരത്തിൽ മാതാപിതാക്കൾക്കാണ്. ഏറ്റവും വലിയ സംസ്കാരം അവരുടെ സംസ്കാരവും അവരുടെ ജീവിതവും അവരുടെ വിശുദ്ധിയുമാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്ന് ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകരെ, മൻ അഹഖു ബിഹുസ്നി സഹാബത്തി, എന്റെ ഏറ്റവും മഹിതമായ സ്വഭാവം കൊണ്ട് എന്റെ ഏറ്റവും തണലും നിഴലും സൗഭാഗ്യങ്ങളും ഞാൻ നൽകേണ്ട വ്യക്തി ആരാണ്? ആർക്കാണ് ഞാനുമായി ഏറ്റവും എനിക്ക് ഇടപഴകേണ്ടത്? ഞാൻ ഏറ്റവും കൂടുതൽ വളരെ മനോഹരമായി ആരോടാണ് പെരുമാറേണ്ടത്? കാല, നബി പറഞ്ഞു, ഉമ്മുക്കം, എന്റെ ഉമ്മാനോടാണെന്ന്. സുമ്മമൻ ചോദിച്ചു, പിന്നെ ആരോടാ ചോദിച്ചു? അപ്പോഴും പറഞ്ഞു നബി ഉമ്മുക്കാൻ. സുമ്മമൻ, അപ്പോഴും പറഞ്ഞു നബി ഉമ്മുക്കമ്മാൻ. 3 പ്രാവശ്യം നബിയോട് ആവർത്തിച്ച് ചോദ്യം ചോദിച്ചു. അപ്പോഴൊക്കെ പറഞ്ഞു ഉമ്മാനോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഹുസ്ന് സഹാബത്ത് ഉണ്ടാവേണ്ടത്. എന്നാൽ ഇവിടെ നമുക്ക് കുട്ടിക്കാലം പോലെ നമ്മളെ ഉമ്മാനോടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇടങ്ങറുണ്ടാക്കല് നമ്മൾ, അല്ലെ? ഉമ്മ എന്ത് പറയാനും കേൾക്കൂല, അല്ലെ? ഒരു കിലോ ചായപ്പൊടി കൊണ്ട് വാങ്ങിക്കോ, ഒരു കിലോ പഞ്ചസാര കൊണ്ട് വാങ്ങിക്കോനോ എന്ത് കൂലിയിരുന്നു ആദ്യം തന്നെ, അല്ലെ? എന്ത് കൂലിയിരുന്നു? ഉമ്മാനോടാണ് ഏറ്റവും കൂടുതൽ ബാധ്യത ഉണ്ടാവേണ്ടത്, കടപ്പാടുണ്ടാവേണ്ടത്. പലപ്പോഴും ബാപ്പാനോട് പറയാനുള്ള അസൗകര്യം കൊണ്ടാട്ടോ ഉമ്മാനോട് പറയുന്നത്. എന്താ വെച്ചാൽ ചിലപ്പോ ബാപ്പ എന്തേലും പറയും, ഒരു കുട്ടിനോട് പറയാച്ചോളൂ, മോനെ ഞാൻ വരുമ്പോ അവിടുന്ന് അതെടുത്ത് വെക്കണം, ഇതെടുത്ത് അങ്ങോട്ട് വെക്കണം, അതെടുത്ത് ഇങ്ങോട്ട് വെക്കണം, ഒക്കത്തിന് നമ്മൾ എന്ത് ചെയ്യും? പ്രത്യേകിച്ച് +1 +2 ടൈമിൽ കുട്ടികളാണെങ്കിൽ ആയിക്കോട്ടെ വെച്ചോളൂ, എന്താ വെക്കാലോ, നിങ്ങളും വെക്കാലോ, മൂപ്പരി വെക്കാൻ, ആ തരത്തിൽ അവൻ സംസാരിക്കുക, അല്ലെ? അപ്പോ അങ്ങനെയുള്ളൊരു ഓ എന്ന് പറയുമ്പോ അതൊക്കെ കഴിഞ്ഞ് നിങ്ങളായിട്ട് നല്ല ഓ ആണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പോകും. പക്ഷെ അവന്റെ ഉമ്മനോട് ഓ എന്താ അറിയോ? അയാളുടെ മോന്തന്റെ ഷേപ്പ് ഞാൻ മാറ്റും. ഞാൻ അയാളെ ഒന്നാമത്തത് വിടാൻ കാരണം നിങ്ങളെ ഭർത്താവാനെ കൊണ്ടോ ഒരു കൺസിഡറേഷൻ നൽകുക. അപ്പൊ അത്രയും ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മളുടെ മക്കൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്ത്.
എന്നാൽ നമ്മളുടെ ഏറ്റവും വലിയ ബാധ്യത നമ്മളുടെ ഉമ്മാനോടാണെന്നാണ് ഇസ്ലാമിക സംസ്കാരത്തിൽ, ഇസ്ലാമിക വീക്ഷണത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സഹാബത്തിനെയും ഉമ്മത്തിനെയും പഠിപ്പിക്കുന്നത്. തന്റെ ഉമ്മത്തിന് നബി നൽകുന്ന ഏറ്റവും വലിയ മഹിതമായ സന്ദേശം അതാണ്. 3 പ്രാവശ്യം പറഞ്ഞു ഉമ്മാനോടാണ്. പിന്നെയും സഹാബി ചോദിച്ചപ്പോൾ കാലാ നബി പറഞ്ഞു ഉപ്പാനോടാണ്. അങ്ങനെ പഠിപ്പിച്ച പ്രവാചകൻ, അങ്ങനെ വളർത്തിയെടുത്ത സംസ്കാരം പഠിപ്പിച്ച ഉമ്മയോടും ഉപ്പയോടും കടപ്പാടും സ്നേഹവും ബാധ്യതയുമുള്ള ഒരു കുഞ്ഞ് വളർന്നു വരുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കാൻ റിളർ റബ്ബി ഫി റിളൽ വാലിദ്. മാതാപിതാക്കൾ സംതൃപ്തരാണോ നമ്മളെ പറ്റി, എന്നാൽ അള്ളാഹുവിന്റെ തൃപ്തി കിട്ടിയെന്ന് മനസ്സിലാക്കാം. നമുക്ക് അള്ളാന്റെ തൃപ്തി കിട്ടണമെങ്കിൽ നമ്മളെ അമ്മന്റെ ബാപ്പന്റെ തൃപ്തി സമ്പാദിക്കണം. അത് ഇസ്ലാമിന്റെ ഒരു സംസ്കാരം. അങ്ങനെ ഉമ്മാന്റെയും ബാപ്പാന്റെയും തൃപ്തി സമ്പാദിക്കാതെ അള്ളാന്റെ തൃപ്തി കിട്ടൂല എന്നർത്ഥം. ചില ആൾക്കാരൊക്കെ ഉമ്മനെയും ബാപ്പന്റെയും തൃപ്തി നോക്കാറില്ല. അത് അങ്ങനത്തെ ആളാണ്, മുശ്രിക്കാണ്, ശിർക്കാണ്, മൗലൂദാണ്, റാത്തീബാണ്, എത്ര പറഞ്ഞാലും കേൾക്കൂല. അതൊക്കെ ഉപദേശിക്കുകയും തിരുത്തുകയും ചെയ്യാനുള്ള ബാധ്യത മരണം വരെ ദഅവത്ത് ചെയ്യാനുള്ള ബാധ്യത അമ്മനോട് ബാപ്പനോടുണ്ട്. അത് നമുക്കുണ്ട്, അത് നമ്മളുടെ മാതാപിതാക്കൾ. പക്ഷെ അത് വെച്ചുകൊണ്ട് ഞാൻ നയാ പൈസ കൊടുക്കില്ല അറിയാൻ പാടില്ല. അത് അവര് മുശ്രിക്കാവാം. അതുകൊണ്ടാണല്ലോ ഖുർആൻ പറഞ്ഞത് സാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ. ഭൗതിക കാര്യങ്ങളിൽ അവരോട് വളരെ മാന്യമായി നിങ്ങൾ പെരുമാറിക്കൊള്ളണം. പക്ഷേ ആ അമ്മയും ബാപ്പയും അള്ളാന്റെ തൃപ്തി കിട്ടാൻ മാതാപിതാക്കളുടെ തൃപ്തി വേണമെന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാമിന്റെ സംസ്കാരം തന്നെ പഠിപ്പിക്കുകയാണ്. പടച്ച തമ്പുരാനിൽ ശിർക്ക് വെക്കാൻ അവര് മാതാപിതാക്കൾ ആവശ്യപ്പെട്ടാൽ അനുസരിക്കാൻ പാടില്ല. ഉണ്ടാവും എന്തൊരു സംസ്കാരം. അതുവരെ നമ്മളിപ്പോ നമ്മളെ മാതാപിതാക്കളെ ഏറ്റവും കൂടുതൽ നമ്മളെ ഉമ്മ പറയും. ചിലരൊക്കെ പറയലുണ്ട് ഞാൻ ശിർക്ക് ഒന്നും ഇപ്പൊ പറയില്ല, നമ്മളെ പറയലൊക്കെ ഉണ്ട് ശിർക്ക്. ശിർക്ക് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ശിർക്ക് പറഞ്ഞാൽ നിങ്ങൾ എന്താ സാധനം ചിലർക്ക് തിരിയാത്തവരുണ്ടാവും. തിരിയാണ്ടൊക്കെ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് വേറെ മറ്റൊരാളെ അങ്ങനെ മുസ്ലിങ്ങൾ ചെയ്യുന്നുണ്ടോ? എത്ര സ്ഥലങ്ങളിലും ചെയ്യുന്നുണ്ട് അല്ലെ? സാധാരണ ഈ മൗലിദ് കിതാബൊക്കെ, മൗലിദൊക്കെ പാരായണം അവർക്ക് അർത്ഥം അറിഞ്ഞിട്ട് പറയാണെന്നും എനിക്ക് അറിഞ്ഞൂടാ. മൗലിദ് കിതാബുകളിലൊക്കെ കാണുന്നത് പടച്ചമ്പുരാനോട് നേരിട്ട് പറയേണ്ട കാര്യം അള്ളാന്റെ റസൂലിനോട് പറഞ്ഞ നിങ്ങൾക്ക് കാണാം. എങ്ങനെ? അൻത ഗഫാറുൽ ഖാതായ ലിദ്ദുനൂബിൽ മുബീഖാതി. അൻത ഗഫാറുൻ, അള്ളാഹുവിന്റെ പ്രവാചകരെ അങ്ങ് പുറത്തു തരുന്ന ആളാ. അള്ളാന്റെ റസൂല് പുറത്തു തരുന്ന ആളാ. അൻത ഗഫാറുൽ ഖതായ, പാപങ്ങൾ പുറത്തു തരുന്ന ആളാ മുഹമ്മദ് നബി അങ്ങ്. ലിദ്ദുനൂബിൽ മുബീഖാത്ത്, അല്ല പോലും മൂബിഖത്താക്കിയ, പടച്ച തമ്പുരാൻ പോലും പൊറുക്കുകയില്ല മാപ്പാക്കുകയില്ല എന്ന് പറഞ്ഞ അത്തരം പാപങ്ങൾ പോലും അള്ളാഹുവിന്റെ പ്രവാചകരെ അങ്ങ് പുറത്തു തരും. ഉണ്ടാവും. ഇതിൽ കവിഞ്ഞു ശിർക്ക് വേറുണ്ടാവോ? അപ്പൊ ഇത്തരം സംഭവങ്ങൾ നമ്മളുടെ മാതാപിതാക്കൾ ചെയ്യുന്നുണ്ട്. ചില മക്കൾ പറയാറുണ്ട് എനിക്കൊക്കെ അറിയാ, കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ പറയാൻ പറ്റില്ല. ഓലൊക്കെ മരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഓലൊക്കെ മരിച്ച് നരകത്തിലേക്കാണ് പോയിക്കോട്ടെ, എന്നിട്ട് ഞാൻ എന്റെ സ്വർഗത്തിന്റെ കാര്യം നോക്കാം, അങ്ങനെ പറയാൻ പാടില്ല. നമ്മളെ മാതാപിതാക്കളുടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയോ സംസാരിക്കുകയോ ചെയ്യേണ്ടതുണ്ട്. എന്നിട്ട് അവരുടെ തൃപ്തി നാം കരസ്ഥമാക്കേണ്ടത് എവിടെയാണ്? ഭൗതിക കാര്യങ്ങളിലാണ്. അല്ലാണ്ട് അവര് പറയുന്നല്ല ശിർക്കും ചെയ്തിട്ടല്ല അവിടെ അനുസരിക്കാൻ പാടില്ല. അതായത് സംസ്കാരം നോക്കണം. നിങ്ങൾ വ്യത്യാസം കൊണ്ടുവരുന്നുണ്ടോ? ശിർക്കിന്റെ രംഗത്തെത്തിയപ്പോൾ ഉമ്മയും ബാപ്പനും പോലും അനുസരിക്കണ്ട. അള്ളാന്റെ തൃപ്തി കിട്ടണമെങ്കിലോ നമ്മൾ ഉമ്മാന്റെയും മാതാപിതാക്കളുടെ തൃപ്തി ഉണ്ടാക്കും പോകണം. അപ്പൊ എങ്ങനെയുള്ളതാണ്? മാതാപിതാക്കളുടെ വെറുപ്പ് നമുക്ക് അള്ളാന്റെ വെറുപ്പ് കിട്ടും. നമ്മളമ്മക്കും ബാപ്പക്കും നമ്മളെ ഇഷ്ടല്ലേ? സത്യത്തിൽ ചില എത്രയോ മാതാപിതാക്കള് മക്കളെ ഇഷ്ടപ്പെടാത്ത വാരി വളമ്പെണ്ണും വേണ്ട നമ്മള്. പക്ഷെ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നിടത്ത് ഒരു പരിഗണന മാതാപിതാക്കൾക്ക് കൊടുക്കണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ സംസ്കാരം. ഉദാഹരണം പറഞ്ഞാൽ, ഒരാള് ഗൾഫിലൊക്കെ പോയി ഒരുപാട് പൈസയൊക്കെ ഉണ്ടാക്കി, അങ്ങനെ ഒരു സ്ഥലം വാങ്ങി ഒരു വീടുണ്ടാക്കാൻ പോവുക. അപ്പൊ വീടുണ്ടാക്കാൻ പോകുന്നതിന് മുമ്പ് ആ സ്ഥലം വാങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോൾ തന്നെ തന്റെ ഉപ്പാനോടാണ് ആദ്യമായിട്ട് പറഞ്ഞത്. ഉമ്മനോട് ബാപ്പനോട് ഉപ്പ അങ്ങനെ ഒരു 10 സെന്റ് സ്ഥലം അങ്ങനെ നാദാപുരം ടൗണിൽ കൊടുക്കാനുണ്ട്, നിങ്ങളൊന്ന് വന്ന് നോക്കി പറ്റുമോ? അത് മതി ബാപ്പാക്ക്. ബാപ്പ പറഞ്ഞെന്താ അറിയോ? എന്റെ മോനെ എന്നോളം വലുതായിട്ടും ഇന്നൊരു കാര്യം പറയാതെ എന്നോട് അന്വേഷിക്കാതെ ഓനൊരു കാര്യം ചെയ്യൂല. അതാണ് തൃപ്തി. ഇവിടെ നമ്മൾ ചെയ്യലെന്ന് വെച്ചാൽ ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ സ്ഥലം വാങ്ങും. സ്ഥലം ചിലപ്പോൾ മിക്കവാറും ഓളം ആപ്പന്റെ പേരിലേക്ക് വാങ്ങുക. നമ്മളെ ആപ്പനെ നമുക്ക് വിശ്വാസം ഉണ്ടാവില്ല, ഇയാൾ വിറ്റാളും.
ഓളെ വാപ്പ വിൽക്കൂല, കാരണം പൈസക്ക് ആവശ്യമില്ലായിട്ടല്ല, വിറ്റാ മോളിപ്പെത്തും. അതുകൊണ്ട് മിക്കവാറും അതുകൊണ്ടാണ് അവിടത്തേക്ക് അയച്ചു കൊടുക്കുന്നത്. ഇതാട്ടെ. അപ്പൊ അങ്ങനെ അയച്ചു കൊടുത്ത് വീടൊക്കെ ഉണ്ടാക്കി ശരിയായ സമയത്ത് ഇവര് വന്നിട്ട് പറയുന്നുണ്ട്, പിന്നെ നമ്മളുടെ അങ്ങനെ വീടുണ്ട്, താമസാക്കാൻ പോവാണ്, അടുത്ത മാസമാണ്, ഇന്നോടത്താണ്, നിങ്ങൾ വന്നാളുണ്ട്, ഉമ്മനെയും കൂട്ടിക്കൊണ്ടി, നിങ്ങൾ ഒറ്റക്കായിട്ട് വരണ്ട. അതായത് അമ്മനും ആ അമ്മാക്കും ബാപ്പാക്കും ഉള്ളിന്റെ ഉള്ളില് യഥാർത്ഥത്തിൽ എന്ത് സ്നേഹമാണ് ഈ പെറ്റ് പോറ്റി വളർത്തിയ മകനോട് ഉണ്ടാവുക? ഉണ്ടാവില്ല, ആരോടും ഉണ്ടാവില്ല. ഉണ്ടാവോ? ആരോടുണ്ടാവില്ല. പക്ഷെ അമ്മക്ക് അപ്പോഴൊന്നും നമ്മളമ്മന്റെയും ബാപ്പന്റെയും സ്നേഹം വേണോ? അതെന്താ കാരണം അറിയോ? നമ്മളമ്മയും ബാപ്പയാണല്ലോ നമ്മളെ പോറ്റിയത്. നമ്മളെ പോറ്റിയ നമ്മളമ്മ നമ്മളെത്ര ഉയർന്നാലും മോനെ, ഇപ്പോൾ ഡോക്ടറാണ് മോൻ നിൽക്കുക, ഉമ്മ പറയോ മോനെ ഡോക്ടർ? ഇല്ലല്ലോ. ഇടാടാ നീ എങ്ങട്ടാ പോണ് ആലോചിക്ക. നേരെ മറിച്ച് അമ്മായി വേണമെങ്കിലോ പിയാപ്പിളെ, ഡോക്ടർ പിയാപ്പിളെ അങ്ങനെ പറയും. കാരണം ഓൾക്ക് ഇപ്പൊ കിട്ടിയത് അടുത്ത്, മറ്റത് വളരെ മുമ്പേ ഇവിടെ വന്നതാ. ഇപ്പൊ രണ്ട് സംസ്കാരം തമ്മിലുള്ള വ്യത്യാസം. ഡോക്ടർ പിയാപ്പിളിനെ വിളിക്കുക അമ്മായി, ചെറിയ പയ്യനായിരിക്കും മോളെ പിയാപ്പിള, ഉറപ്പല്ലേ? അമ്മശാങ്ക മൂപ്പരെ കാണുമ്പോ നീച്ചിക്കുക, എന്നിട്ട് ഇതെന്താ? ഇത് ലോകാവസാനത്തിന്റെ അടയാളാ സംസ്കാരം. ഈ സംസ്കാരം ഉക്രിമർ റജുല മഹാഫത്ത് ശരീ, ഒരു മനുഷ്യന്റെ ഉപദ്രവം പേടിച്ചിട്ട് അയാളെ ബഹുമാനിക്കുക, ലോകാവസാനത്തിന്റെ അടയാളം. പിയാപ്പളിന്റെ ഉപദ്രവം പേടിച്ചിട്ടാണ് ഇപ്പൊ ആരാ ബഹുമാനിച്ചത്? അമ്മശാങ്ക ആ ചെക്കനെ. മനസ്സിലേ? യഥാർത്ഥത്തിൽ ഇവൻ ഇങ്ങോട്ട് ബഹുമാനിക്കല്ലോ ഉണ്ട്. എനിക്കൊരു ഭാര്യനെ തന്ന നല്ലൊരു മനുഷ്യൻ അല്ലേ, എന്റെ എല്ലാ ജീവിതത്തിന്റെ സൗഭാഗ്യത്തിന്റെയും ഒരു സെക്കൻഡ് പാർട്ട്, എന്റെ ജീവിതത്തിന്റെ രണ്ടാം ഭാഗം എന്റെ വലത് കൈ എനിക്ക് നൽകിയ മനുഷ്യനാന്നുള്ളത് ഇങ്ങോട്ട് ആദരിക്കല്ലോ ഉണ്ട്. നേരെ മറിച്ചാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് അല്ലേ? അത് ഇസ്ലാമിന്റെ സംസ്കാരമല്ല. ഇപ്പൊ നിങ്ങൾ കേൾക്കുമ്പോൾ വിചാരിക്കും പിള്ളൊക്കെ ഓരോന്ന് പോക്കി ഇതാണിപ്പോ അവസാനമായിട്ട് ബാക്കിയുള്ളത്. പോക്കാനുള്ള പരിപാടിയാണോ മുജാഹിദീങ്ങൾക്ക്? ആകെ കുറെ ചോറുണ്ട്, ഒക്കെ പോയി. ഇനി ലേശർ ഇതുണ്ട്, അതുകൂടി പോക്കണോ? ഏത് ലേശര് നമ്മൾ കിട്ടിക്കൊണ്ടിരുന്ന ബഹുമാനം ഇപ്പൊ പോക്കണോ? ബഹുമാനം നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾ അള്ളാഹ് ബഹുമാനിച്ചാൽ മതി കേട്ടോ. നാളെ പരലോകത്തേക്ക് നമ്മളൊക്കെ എത്തുമ്പോ അള്ളാഹു നമ്മളെ സ്വീകരിച്ച് ആ ആതിഥ്യം റബ്ബ് നൽകിയാൽ മതി. മറ്റൊന്നും നമുക്ക് ആതിഥ്യമല്ല കേട്ടോ. അപ്പൊ ഏതായിരുന്നാലും നമ്മളുടെ മാതാപിതാക്കളുടെ സംതൃപ്തി നേടാതെ അള്ളാഹിന്റെ തൃപ്തി നേടാൻ കഴിയില്ല. അള്ളാഹിന്റെ തൃപ്തി നേടണമെങ്കിൽ തീർച്ചയായും നമുക്കുണ്ടാവേണ്ടുന്ന ഏറ്റവും വലിയ വികാരം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തൗഹീദ് നമുക്കുണ്ടാവണം, ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. അതോടൊപ്പം നമ്മളുടെ മാതാപിതാക്കളുടെ സംതൃപ്തി നേടാൻ നാം ശ്രമിക്കണം. അങ്ങനെ ആവുമ്പോൾ അള്ളാഹിന്റെ സംതൃപ്തി ഉണ്ടാവും. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മാതാവ് ഇസ്ലാമിക സംസ്കാരമാകുന്ന തൗഹീദിന്റെ ഏറ്റവും വലിയ ഗർഭത്തിലേക്ക് തന്റെ മകൻ ഊളിയിട്ടിറങ്ങുന്നത് കണ്ടപ്പോൾ ഒരു മുശ്രിക്കത്തായ പെണ്ണ് ആരാ? സഅദ് ബിൻ അബി വഖാസിന്റെ ഉമ്മ ഹംന. മകൻ ഇസ്ലാമിക സംസ്കാരത്തിലേക്ക് കടന്നു പോകുന്നു. ഏറ്റവും കൂടുതൽ വേദനിച്ചത് ഹംനയാണ്. നിങ്ങൾ വിചാരിക്കേണ്ട യശോദയാണെന്ന്. ഇവരുടെ പേര് ഹംനാണ്, അപ്പോഴും ഉണ്ട് ഹംന എന്നൊക്കെ അല്ലേ. അപ്പോ സഅദ് ബിൻ അബി വഖാസിന്റെ ഉമ്മാന്റെ പേര് ഹംന, നമ്പർ 1 മുശ്രിക്കത്ത് കേട്ടോ. അപ്പൊ അവര് സഅദ് ബിൻ അബി വഖാസ് ഇസ്ലാമിലേക്ക് വന്ന ഒരൊറ്റ കാരണത്താൽ അവര് പറഞ്ഞു, വലമ്മ അലിമത്ത് ഉമ്മുഹു ഹംന ബി ഇസ്ലാമിഹി ഖാലത്ത് ലഹു, അദ്ദേഹത്തോട് പറഞ്ഞു, യാ സഅദേ ബലഗനി അന്നക സബത, നീ ഇസ്ലാമിക സംസ്കാരത്തിലേക്ക് പോയിട്ടുണ്ടെന്നും ഞങ്ങൾ വിശ്വസിക്കുന്ന സംസ്കാരത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടുണ്ടെന്നും വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഫവല്ലാഹി, മുശ്രിക്കത്തായ പെണ്ണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാഹി അള്ളാഹുവാണ് സത്യം. അപ്പൊ സത്യം ചെയ്ത ലാത്തന്റെയോ ഉസ്സന്റെ പേരിലൊന്നല്ല, അള്ളാന്റെ പേരിൽ തന്നെ. വല്ലാഹി ലാ യുളിലുനി സഖഫു മിനൽ ഹർരി വൽ ബർദ്, ഞാൻ ചൂടും തണുപ്പിൽ നിന്നും സുരക്ഷ എനിക്ക് ഇനി ഉണ്ടാവില്ല. ഞാൻ ഇനി മുതൽ ഈ തീ തുപ്പുന്ന മണലാരണ്യത്തിലാണ് എന്റെ ജീവിതം. ഇന്ന തആമ വ ശറാബ അലൈഹി ഹറാം, എനിക്ക് ഇനി നീ ഇസ്ലാമെന്ന് സംസ്കാരത്തിൽ നിന്ന് പുറത്ത് പോരുന്നത് വരെ ഭക്ഷണപാനീയം ഉമ്മ കുടിക്കൂല. അങ്ങനെ നീ തൗഹീദിന്റെ ആദർശത്തിൽ നിന്ന് വ്യതിചലിക്കാതെ അന്റെ ഉമ്മ ഭക്ഷണം കുടിക്കൂല, കഴിക്കില്ല, അന്നപാനീയങ്ങൾ നടത്തില്ല,
ഹത്താ തഗ്ഫുറ ബിമുഹമ്മദിൻ, മുഹമ്മദിനെ നിഷേധിച്ചു തള്ളണം, മുഹമ്മദിനെ നീ അവഗണിക്കണം, അതുവരെയും എനിക്ക് കഴിയില്ല മോനെ, ഞാൻ വെള്ളം കുടിക്കില്ല. ഫബഖിയത്ത് കദാലിക സലാസ അയ്യാം, 3 ദിവസം ഹംന നിരാഹാരം, ഒരു തുള്ളി വെള്ളം ഇറക്കിയില്ല. മകൻ തൗഹീദി ആദർശം സംസ്കാരത്തിലേക്ക് പോയതുകൊണ്ട് ഒരു തുള്ളി വെള്ളമിറക്കാത്തൊരു മാതാവിനെയാണ് നാം ഇവിടെ കാണുന്നത്, ഹംനയെ. അവര് അങ്ങനെ സഅദ് റളിയല്ലാഹു അൻഹു തന്റെ മാതാവിന്റെ ഈ അവസ്ഥ അള്ളാഹിന്റെ പ്രവാചകനോട് വന്നിട്ട് പറഞ്ഞു, അള്ളാഹിന്റെ പ്രവാചകരെ, എന്റെ ഉമ്മ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ച് ദിവസങ്ങളായി. ഞാൻ ഈ ആദർശ വിശുദ്ധിയിൽ നിന്ന്, ഈ സംസ്കാരത്തിൽ നിന്ന് വഴുതി പിരിയുന്നത് വരെ എന്റെ ഉമ്മ ഭക്ഷണം കഴിക്കില്ല എന്ന് പറയുകയാണ്. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു തആല മുഹമ്മദ് നബിക്ക് ഫനസല ഫീ ദാലിക തഅലീമൻ വവസൈനൽ ഇൻസാന ബിവാലിദൈഹി ഹുസ്ന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബിമാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ, ശിർക്ക് ചെയ്യാൻ മാതാപിതാക്കൾ കൽപ്പിച്ചാൽ അനുസരിക്കേണ്ടതില്ല. കാരണം ഇലയ്യ മർജിഉകും ഫഉനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ, സൂറത്തുൽ അൻകബൂത്തിൽ അല്ലാഹു പറയുകയാണ്, അവരുടെ മടക്കം മാതാപിതാക്കൾ എന്ന് മാത്രമല്ല, ഭൂലോകത്തുള്ള എല്ലാവരും റബ്ബിലേക്കാണ് മടങ്ങുക. അതുകൊണ്ട് നീ അനുസരിക്കേണ്ടതില്ല. അങ്ങനുണ്ട്. ഒരാദർശ സംസ്കാരത്തിന് വേണ്ടി സ്വന്തം മാതാപിതാക്കളെ മാറ്റി നിർത്തിക്കൊണ്ട് അള്ളാഹിന്റെ മാർഗത്തിൽ ജീവിക്കുന്ന സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ സംസ്കാരമാണ്, ജീവിതക്രമമാണ് ഇസ്ലാമിനോട് യോജിപ്പുള്ളത് എന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻകബൂത്തിൽ മുഹമ്മദ് നബിക്ക് അറിയിക്കുന്നത്. ഈ ആയത്ത് അവതരിപ്പിച്ചപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞു ഉമ്മാനോട്, മരിക്കുന്നവരെ കഴിക്കില്ല, അന്നപാനം നടത്തില്ല എന്ന് പറഞ്ഞവരോട് മറുപടി പറഞ്ഞത്, 100 ആത്മാവ് എന്റെ ഉമ്മാക്ക് ഉണ്ടാവുകയും എന്റെ ഉമ്മയുടെ 100 ആത്മാവും പിടഞ്ഞ് പിടഞ്ഞ് വിവിധ സന്ദർഭങ്ങളിൽ 100ഓളം സന്ദർഭങ്ങളിലായിട്ട് എന്റെ ഉമ്മ തീത്തുപ്പുന്ന മരുഭൂമിയിൽ കിടന്ന് മരിച്ചാലും ഈ ആദർശത്തിൽ നിന്ന് ഞാൻ വഴിമാറുകയില്ല എന്ന് സഅദ് റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട മാതാവിനോട് പറയുന്ന സംസ്കാരമാണ് ഇസ്ലാമിനുള്ളത്. ഇതാണ് ഇസ്ലാമിന്റെ സംസ്കാരത്തിന്റെ പൊരുള്. സാധാരണഗതിയിൽ ഒരുവിധം ആളുകൾക്ക് ഈ കാര്യം അറിയാറില്ല. ഇത്ര വിശുദ്ധമാണ് നമ്മളുടെ ആദർശം എന്ന് നമ്മൾ അറിയാറില്ല. ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇത്തരം ഒരു ആദർശ പൊരുത്തമുള്ള വിവാഹങ്ങളാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ സംസ്കാരത്തിന്റെ ഒരു ഭാഗം. അതുകൊണ്ട് ആദർശ വിശുദ്ധിയോടുകൂടിയ ജീവിതക്രമമാണ് മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിന്റെ സംസ്കാരമുള്ള തലമുറയെ വാർക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇഖ്തറൂ ലിനുത്ഫിക്കും, നിങ്ങളുടെ ഇന്ദ്രിയം എവിടെ വെക്കണം എന്നത് നിങ്ങൾ തെരഞ്ഞെടുക്കണം. നമ്മൾ തെരഞ്ഞെടുക്കണം. അപ്പൊ തെരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കൊടുക്കണം? സാധാരണ നമ്മൾ ഒരു സാധനം പോയി തെരഞ്ഞെടുക്കൂലേ, ഭാര്യനെ തെരഞ്ഞെടുക്കണം. നല്ല തൗഹീദുള്ള ഏകനായ റബ്ബിനെ ഭയപ്പെടുന്ന, രഹസ്യമായി ഭയപ്പെടുന്ന, പരസ്യമായിട്ട് ഇപ്പൊ എല്ലാരും ഭയങ്കര പഠിച്ചോനെ അല്ലേ, അല്ലേ? പരസ്യമായിട്ട് ആളുകളൊക്കെ മുമ്പിൽ നമ്മൾ ഭയങ്കര തക്കുവുള്ള ആൾക്കാരാണ്, ഖുശൂഉള്ള. പക്ഷെ ഞാനൊരു സ്വകാര്യം ചോദിച്ചോട്ടെ മൈക്കിൽ, നിങ്ങളും ഞാനും ഒറ്റക്ക് രഹസ്യമായി നിൽക്കുമ്പോ അത്ര ഭക്തി ഉണ്ടോ? വിചാരിക്കുന്ന അത്ര? അതോ ഒറ്റക്ക് നിൽക്കുക? അപ്പൊ പോരെ നിങ്ങൾ ഒറ്റക്കായി നിൽച്ചാൽ ആരുമില്ല, ഭാര്യയില്ല, മക്കളും ഇല്ല, ഓലൊക്കെ ഓരോ പോരെ പോയി, നിങ്ങൾ ഒറ്റക്ക് നിൽക്കുക. അപ്പൊ നിങ്ങൾക്ക് പടച്ചോനങ്ങനെ എപ്പോഴാ അങ്ങനെ ഒറ്റ ആണെന്ന് വെച്ചാൽ അപ്പോ നിങ്ങൾക്ക് പടച്ചോൻ ഓർമ്മ പോകും? അതോ അടുത്ത പോരെയുള്ള ആരെയില്ലോ? ഒരു ഇസ്ലാമിന്റെ സംസ്കാരത്തിലേക്ക് അടുത്ത കാലത്ത് കടന്നു വന്നൊരു ചങ്ങായി എന്നോട് പറഞ്ഞു, മൂലി, ഞാൻ ഇതിലേക്കൊക്കെ കടന്നു വരുന്നതിന് മുമ്പ് എന്റെ ഭാര്യ എപ്പം പുറേ പോയാലും ഞാൻ വിചാരിക്കല് ഏതെങ്കിലും സെയിൽസുകൾ പുറത്തേക്ക് കയറി എന്നാ മതി, എന്നാ ഓളേറ്റ് 2 കൊച്ചു വർത്താനം പറഞ്ഞു കുത്തിരിക്കുകയല്ലോ. ഇപ്പൊ ഞാൻ ഭയപ്പെടുകയാണ്, ഞാൻ എന്റെ ഭാര്യനെ വീട്ടിൽ നിന്ന് അയക്കൂല. അതിന്റെ ഉള്ളിലൊരു ചെറിയ മസാല ഉണ്ട് അല്ലെ, ഒരു ചിന്താർഹമായ ഒരു കാര്യമുണ്ട് ഇതിനകത്ത് അല്ലെ. അപ്പൊ ഒറ്റക്ക് അതുകൊണ്ടാണ് 7 വിഭാഗം ആളുകൾക്ക് നാളെ പരലോകത്തെ അർശിന്റെ തണൽ ലഭിക്കും എന്ന് പറഞ്ഞതിൽ ഒരു വിഭാഗം ആരാര്യങ്ങള് ഒറ്റക്ക് നിന്നു, ഒറ്റക്ക് ഏകാന്തനായി നിന്നു. എന്നിട്ട് ഫഫാലത്തൈനാഹു, കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകി, അള്ളാനെ ഓർത്ത് പരലോകത്തോർത്ത് കണ്ണീരൊഴിച്ചു.
അവന് നാളെ പരലോകത്ത് അള്ളാഹിന്റെ തണൽ ലഭിക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ്. അപ്പൊ ആ നിലക്ക് ഒരു അള്ളാഹിനെ മനസ്സിൽ സൂക്ഷിക്കാൻ സാധിക്കുന്ന ആൾക്കാണ് ഇസ്ലാമിന്റെ സംസ്കാരം ഉൾക്കൊള്ളാൻ സാധിക്കും. അവര് വിവാഹം കഴിക്കുമ്പോഴാണ് അവരുടെ സംസ്കാരമൊക്കെ വ്യത്യാസം ഉണ്ടാവും, ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. അവരുടെ വിവാഹം അടിച്ചുപൊളി ആയിരിക്കൂല. ഖൈറുൻ നിക്കാഹി ഐസർ. നിങ്ങൾ എടുക്കുവോ? ഏറ്റവും ലളിതമായ വിവാഹമാണ് അള്ളാഹുവിന് ഏറ്റവും പൊരുത്തപ്പെട്ട വിവാഹം, അള്ളാഹിന്റെ ബർക്കത്ത് ചൊരിയുന്ന വിവാഹം, ലളിത വിവാഹം. അല്ലേ? നിങ്ങൾ നടത്തുവോ? നിങ്ങൾ എന്താ പറയും? നടത്താന്നുണ്ട്, കയ്യൂല. പിന്നെ കയ്യ നമ്മളെല്ലോടത്തും പോയി തിന്നുന്നതാ. അപ്പൊ പിന്നെ എങ്ങനെ കഴിയും? അല്ലേ? ഇതെല്ലാവർക്കും ബാധിക്കും. അപ്പൊ നിങ്ങൾ ഒരാളോട് പറയും, നിങ്ങൾ ഒരു കാര്യം ചെയ്തോളൂ, ഏതായാലും നിങ്ങളെ മൂത്ത മോനെ കല്യാണല്ലേ, അപ്പോ അതുകൊണ്ട് നമുക്ക് അള്ള പറഞ്ഞതുപോലെ അള്ളാന്റെ ഇസ്ലാമിക സംസ്കാരത്തിൽ നമ്മൾ കഴിക്കുക. അതെങ്ങനെയാ പറ്റുക? ആദ്യത്തെ കല്യാണ. അപ്പൊ ഏതായാലും ഇത് നമുക്ക് എന്താക്ക ഒന്ന് അടിച്ചു പൊളിച്ചാളാ. ആയിക്കോട്ടെ, അങ്ങനെ എല്ലാവരും കൂടി അടിച്ചു പൊളിച്ചു. ഭയങ്കര വിവാഹം. ഇവിടെ ഓരോ നാട്ടിനും ഓരോ സംസ്കാരം ഉണ്ടാവും. ചിലടത്ത് ഈ കണ്ണൂർ ജില്ലയിലൊക്കെ മറ്റേ കല്യാണത്തിന് ബിയ്യാപ്പിളിനെ റോട്ടും കൂടെ കൊണ്ടുപോകുമ്പോൾ ചെണ്ടൊട്ടിയെ കൊണ്ടുപോകണതാണ്. തമിഴ്നാട്ടിൽ മരിച്ചാൽ അങ്ങനെയാണ്, കണ്ണൂരിൽ ബിയ്യാപ്പിളിനെ കൊണ്ടുപോകും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഏതായിരുന്നാലും ഈ രണ്ട് ഭാഗവും നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഒരു കാര്യം എനിക്ക് വ്യക്തമാവും. എന്ത്? ഓരോരുത്തർക്കും ഓരോ സംസ്കാരമാണ്, ഓരോ നാട്ടിന്റെ സംസ്കാരമാണ്. അപ്പോ അത് അടിച്ചു പൊളിച്ചാണ് നടത്തി. ആ കല്യാണമാണ് കഴിഞ്ഞു. രണ്ടാമത്തെ കല്യാണം വന്നപ്പോ നിങ്ങൾ പറഞ്ഞു, എന്നാ ഇത് നമുക്ക് അള്ളി റസൂലും പറഞ്ഞ പോലെ ആ സംസ്കാരമില്ല. അപ്പോ ഓന്റെ വാപ്പ മൂത്തോന്റെതോ അങ്ങനെ നടത്തി. ഇനി രണ്ടാമത്തോനക്ക് തോന്നൂലേ ഓനെ ഞാൻ മോശാക്കി ഇങ്ങനെ അള്ളാന്റെ മാർഗത്തിലേക്ക് കൊണ്ടത് ഓനക്ക് തോന്നൂലേ? അതുകൊണ്ട് ഇതും ചെയ്താർക്കല്ലേ രണ്ടാമത്തെ കല്യാണം അടിച്ചു പൊളിച്ചു. ഇനി മൂന്നാമത്തതോ? അപ്പൊ മൂപ്പര് ഇനി പേരാല് കല്യാണമൊന്നുമില്ല പറയല്, ഇതും കൂടി അങ്ങനെ നടത്താറുണ്ട്. അപ്പൊ ഇനി പേരാതിൽ കിട്ടിയത് അള്ളാഹ്ക്ക് ഒറ്റൊന്നുമില്ല. അള്ളാന്റെ കളം കാലി. മുമ്പൊരു ചെക്കൻ പീഡിയച്ചെന്ന് ചോദിച്ചു, വെളിച്ചെണ്ണ ഉണ്ടോന്ന്? ഇല്ലല്ലോ. ശർക്കര ഉണ്ടോ? തീർന്നുപോയി. മൈദ ഉണ്ടോ? ഇപ്പൊ കൊണ്ടുവരും. ഒറ്റൊന്നുമില്ല അവിടെ. അതുപോലെ അള്ളാഹ്ക്കുള്ളത് സംസ്കാരത്തിലേക്ക് ആരുമില്ല കേട്ടോ. ഇല്ല, എല്ലാവരും ഫുള്ള് ഒഴിഞ്ഞുപോയി. അള്ളാഹ്ക്ക് ഒരു മൈനസ് പോയിന്റാ. അപ്പൊ അതുകൊണ്ട് വിവാഹത്തിന്റെ ലാളിത്യത്തിലേക്ക് ഞങ്ങൾ അതാണ് ഇസ്ലാമിന്റെ സംസ്കാരം, അത് നമ്മൾ പറയണം. എടുക്കുന്നില്ല. എടുക്കാതിരിക്കാൻ കാരണം നമ്മളുടെ നാടിന്റെ ഇപ്പൊ നമ്മളൊരു കല്യാണം കഴിക്കുമ്പോഴാണ് നമ്മളെ വലിയ ഫഖ്ർ അറിയിക്കാനുള്ള സമയം അല്ലെ. കാരണം നമ്മളെ പറഞ്ഞ മുമ്പില് ഒരു 10-250 കാറ് വരിവരിയായി നിരനിരയായി, ഏത് കാരക്ക മരങ്ങൾ നിരനിരയായി എന്ന് പറഞ്ഞ പാട്ട് പാടിയ മാതിരി, ഏത് ഒട്ടകങ്ങൾ വരിവരിയായി എന്ന് പറഞ്ഞ മാതിരി ഈ വണ്ടി ഇങ്ങനെ വരിവരിയായിട്ട് നിർത്തിയിട്ട് ഓന്റെ വാപ്പ അങ്ങനെ ഇടക്കിടക്ക് മറ്റുള്ള വന്നോ, എഞ്ചിനീയർ വന്നോ, കളക്ടർ വന്നോ, മേയർ വന്നോ, പഞ്ചായത്ത് പ്രസിഡന്റ് വന്നോ, ഓരോരുത്തർ അന്വേഷിക്കുക. അവിടെ ഉണ്ടൊരു ഔക്കർ, ഓനെ അന്വേഷിക്കാൻ ആരുമില്ല. അങ്ങനെ ഓരോരുത്തർ നയാ പൈസ ഇല്ല. നമ്മൾ ആ ഔക്കർ വന്നോന്ന് ചോദിക്കുന്നത് കേൾക്കില്ല കേട്ടോ. അതേ കാരണം നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംസ്കാരം പൈസക്കാരെ. അതുകൊണ്ട് തന്നെ നമ്മളെ കല്യാണം പൈസക്കാരോടാ. പൈസക്കാർ നമ്മളെ ഔക്കുക. മുമ്പൊരു ചെക്കനോട് കണക്ക് ചോദിച്ചു, 8ഉം 2ഉം എത്ര ചോദിച്ചു? 10. 6 4 10, 7 3 10, 9 1 10. അവൻ ബാപ്പ തെറ്റിപ്പോയി മോനെ, 5 5 10. ഇത് തമ്മിലേ ഒക്കുള്ളൂ. മനസ്സിലായോ? 8 2 കല്യാണം കഴിച്ചാൽ ശരിയാവില്ല, 6 4 കല്യാണം കഴിച്ചാൽ ശരിയാവില്ല, 9 1 കല്യാണം കഴിച്ചാൽ തീരെ ശരിയാവില്ല. ഇതൊരു ശരിക്കും കണക്ക് 9 1 10 തന്നെയാണ്, 6 4 10 8 2 10 7 3 10 അല്ലെ. പക്ഷെ ഇവിടെ 10 ഇതൊക്കെ 10 തന്നെയാണെങ്കിലും 5 5 10 ആളുകൾ അംഗീകരിക്കുന്നുള്ളൂ. അല്ലേ അല്ലേ. മുമ്പ് ഒരു മലയാളി ഒരു അക്കൗണ്ടന്റിനെ വിളിച്ചു. ഒരു അക്കൗണ്ടന്റ് വേണമെന്നുകൊണ്ട് ഇന്റർവ്യൂ നടത്തി. ആജിയാരാ ഇന്റർവ്യൂ നടത്തുന്നത്, അക്കൗണ്ടൻസി പഠിച്ച ആൾക്കാരെ. അവന് വന്നു, കുറെ ആൾക്കാർ വന്നു ഇന്റർവ്യൂവിന്. വന്നപ്പോ ആദ്യം വന്നോട് ചോദിച്ചു 5 2 എത്രയായിരുന്നു. അപ്പൊ അയാള് വളരെ സത്യസന്ധനായ അക്കൗണ്ടന്റാ. അയാൾ പറഞ്ഞു 7 5 2. 5 ഒരു ഇന്റർവ്യൂവിന്റെ ചോദ്യം അപ്പതേ 5 2 എത്രയായിരുന്നു. അത് ഒരു അക്കൗണ്ടന്റിനോട് 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയോട് ചോദിച്ചാൽ പറയില്ല 5 2 എത്ര. അപ്പോ 5 2 7. നിങ്ങൾ ആവശ്യമില്ല അറിഞ്ഞു, അയാളോട് വിൽക്കൊള്ളാൻ പറഞ്ഞു. വേറൊരാൾ വന്നു. അയാൾ അപ്പൊ അങ്ങോട്ട് പോകുമ്പോ ഇയാളോട് ചോദിച്ചു, എന്നോട് എന്താ ചോദിച്ചത്? 5 2 എത്ര 7 അറിഞ്ഞു. വീട്ടില അറിഞ്ഞു. അയാൾ എന്നെ വിട്ടുകയാണ്. രണ്ടാമത്തെ ആൾ വന്നു. അയാളോട് ചോദിച്ചു 5 2 എത്രയാണ്. 5 2 അയാൾക്ക് ഇങ്ങനെ തോന്നി 25 അറിഞ്ഞു. തിരിച്ചിട്ട് വേണ്ട പറ്റില്ല അറിഞ്ഞു, പോയിക്കൊള്ളാൻ പറഞ്ഞു.
മൂന്നാമത്തെ ആൾ വന്നു. അയാൾ ചോദിച്ചു 5 കണ്ട് എത്രയെന്ന്. അപ്പൊ അയാൾ പറഞ്ഞു 52 തിരിച്ചിട്ട്. വേണ്ട അറിഞ്ഞു. നാലാമത്തെ ആൾ വന്നു. അയാൾക്ക് ഇയാളെ പറ്റി മനസ്സിലായി, ആചാരെ പറ്റി. ഉടനെ അയാൾ പറഞ്ഞു 5 കണ്ട് എത്ര. നിങ്ങൾക്ക് എത്രയാണോ ആക്കേണ്ടത് അത്ര ആക്കി തരാ. ഗുഡ്, അന്ന അപ്പോയിന്റ്മെന്റ്. ഇതാണ് അപ്പോയിന്റ്മെന്റ്. ഇതാണ് നമ്മളെ കല്യാണം. നമ്മളെ കല്യാണം ഏകദേശ കോലത്തിലുള്ളത്. ഇത് എത്രയാണോ നിങ്ങൾക്ക് ആക്കേണ്ടത് അതാക്കിത്തരാം. അതുപോലെ പണ്ട് കല്യാണം നിങ്ങൾക്കറിയാലോ, ഞമ്മക്കൊന്നും വേണ്ട, പണ്ടും വേണ്ട, ഒന്നും വേണ്ട. നമ്മളാണെങ്കിലോ മുജാഹിദീകളോ. നിങ്ങൾക്കറിയാലോ, അറിയാലോ 3-4 ആൾക്കാരോട് അറിയാലോ. ഇതിലൊക്കെ ചില കുട്ടൻസ് ഉണ്ട്. ഈ അറിയാലോ നിങ്ങൾക്കറിയാലോ. മറ്റൊക്കെ ഓന്റെ ഏട്ടം കെട്ടിയോട്ട് നിങ്ങൾക്ക് അറിയാലോ. അടുത്ത് ഇതൊക്കെ നേരത്തെ പറഞ്ഞ അക്കൗണ്ടന്റ് കണക്കിലേക്കാ പോകുന്നത്. ഇതൊന്നും അള്ളാഹ് റസൂൽ പറഞ്ഞല്ല, തസവ്വജൂഹുന്ന ലിമാലിഹിന്ന. പണം കണ്ട് കല്യാണം കഴിക്കുന്ന ആളുകൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്ക് ഏർപ്പെടുത്തിയെന്ന് മാത്രമല്ല, വിവാഹത്തിൽ ബർക്കത്തില്ല. വിവാഹത്തിന്റെ ബർക്കത്ത് എന്താ? നല്ല കുട്ടികൾ അല്ലേ, നല്ല കുഞ്ഞുങ്ങൾ, നല്ല ഭാര്യ. ഫസാലിഹാത്തു ഖാനിതാത്തുൻ ഹാഫിളാത്തുൻ ലിൽ ഗൈബ്. അത് വേണം അല്ലേ. ഭർത്താവിന്റെ അഭാവത്തിൽ ഭർത്താവിന്റെ ഭൗതികമായ സമ്പത്ത്, അദ്ദേഹത്തിന്റെ അഭിമാനം, അദ്ദേഹത്തിന്റെ ധാർമ്മിക ബോധം, അവളുടെ സ്വന്തം ശരീരം ഇതൊക്കെ കാത്തു സൂക്ഷിച്ച് ജീവിക്കുന്ന പെണ്ണല്ലേ നല്ല പെണ്ണ്. ആ പെണ്ണൊന്നും അല്ല ഇവിടെ ആലോചിച്ചത് വലിയ അത്യാവശ്യം അവന്റെ ഏട്ടം കെട്ടിയിരുന്ന ആളെ മോളാണ്. അപ്പൊ ഓല് കൊടുത്തതെന്ന് പറഞ്ഞാൽ ഓലെന്തോ അങ്ങനെ പറയാ, ഓലെന്തോ 150 പണ്ടും 1-2 കാറ് കൊടുത്തത് തോന്നുന്നു. അല്ല പറയാ, ഇവനിപ്പോ ഓന്റെ മാതിരി അല്ലല്ലോ, കണക്ക് കൂടി. ഇപ്പൊ നമ്മൾ പറഞ്ഞ എത്രയാണോ ആക്കേണ്ടത് അതാക്കി തരാം, നിങ്ങൾ ഉറപ്പിച്ചോളി. അങ്ങനെയാണ് ഇവിടെ വിവാഹം നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇസ്ലാമിന്റെ സംസ്കാരം വേണം. ഒരു മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിച്ച് മുഅ്മിനായി പരലോകത്ത് ഒത്തുകൂടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഈ സംസ്കാരത്തിന് വിട പറയുക. ഇനി മറ്റൊരാൾക്കാരുണ്ട്, എനിക്കൊന്നും വേണ്ട, എനിക്ക് ഭംഗി വേണം. എനിക്ക് എടുത്താപ്പൊന്താത്ത ഭംഗി വേണം. എന്താണ് എനിക്ക് ഈ ഭംഗി? ഓരോരുത്തർക്ക് ആപേക്ഷിയാണ് ഭംഗി. എനിക്ക് ഭംഗിയുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് ഭംഗി ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഭംഗിയുള്ളത് മറ്റാൾക്ക് ഭംഗി ഉണ്ടായിക്കോണം. ഓരോരുത്തർക്കും ഭംഗി ആപേക്ഷിയാണ്, ഓരോരുത്തരുടെയും കണ്ണിൻ്റെതനുസരിച്ചിരിക്കും ആയിക്കോട്ടെ. പക്ഷേ വെളുത്തതായിരിക്കണം, അതാണ് ഏറ്റവും വലിയ ഭംഗി. അപ്പൊ ഇനി കറുത്ത നീഗോറവർഗത്തിൽ പെട്ടാലൊന്നും ഇപ്പൊ കല്യാണം കഴിക്കണ്ടായിട്ടുള്ളത്, കല്യാണം കഴിക്കാണ്ടായിട്ട് മരിച്ചു പോയതുകൊണ്ട്. നമ്മളെ നാട്ടിലുണ്ടല്ലോ കറുത്തവും വെളുത്തവും മീഡിയം ടൈപ്പും ഒക്കെ അല്ലേ. പിയാപ്പിള കറുത്താലും അത് കുഴപ്പമില്ല, പൈസ ഉണ്ട്, അതുകൊണ്ട് വെളുപ്പിക്കുക. പിയാപ്പിള കറുത്തു ചെയ്തേക്കുക, പൈസ ഉണ്ടെങ്കിൽ വെളുപ്പിച്ചാളൂ, ആ പൈസ ഉണ്ട്. പെണ്ണാണെങ്കിലോ കറുത്ത പെണ്ണിന് മാർക്കറ്റില്ല നിലവാരത്തിൽ, നമ്മളെ വിവാഹ കമ്പോളത്തിൽ അല്ലേ. ഇവിടെയും നാം ശ്രദ്ധിക്കേണ്ടത് ഇസ്ലാമിന്റെ സംസ്കാരത്തെയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ജുലൈബീബ് എന്ന് പറയുന്ന ഏറ്റവും വികൃതനായ, മദീനയിൽ അത്ര വികൃതനായ മനുഷ്യൻ പാടില്ല, ആരുണ്ടാവില്ല, അത്രയും സൗന്ദര്യം കുറഞ്ഞ ആളാണ്. എന്ന് മാത്രമല്ല മുഖത്തൊക്കെ ഇങ്ങനെ ഈ മറ്റേ നമ്മളുടെ ആപ്പിള് തൂങ്ങുന്നത് പോലെ ഇങ്ങനെ ശരീരത്തിൽ മുഴുവൻ മാംസക്കഷ്ണം അങ്ങനെ തൂങ്ങിക്കിടക്കുക, അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അപ്പൊ ജുലൈബീബും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ മദീനത്ത് വെച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക, മസ്ജിദ് നബവിയിൽ വെച്ച്. അപ്പൊ റസൂലുള്ളാഹി ചോദിച്ചു ജുലൈബീബിനോട്, അല്ല ജുലൈബീബ്, പ്രായമൊക്കെ കുറെ ആയല്ലോ, ഒരു കല്യാണമൊക്കെ കഴിക്കേണ്ടി വെച്ചു. ജുലൈബീബ് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, വിവാഹം കഴിക്കണമെന്ന് ഏറെ മോഹം എനിക്കും ഉണ്ട്, പക്ഷേ ആരാണ് റസൂലെ എനിക്ക് പെണ്ണ് തരിക? ഈ മുഖത്തിന് ആരെയും പെണ്ണ് തരൂ? റസൂലുള്ള പറഞ്ഞു, അതിരിക്കട്ടെ, വിവാഹം കഴിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അൻസാറുകളിൽപ്പെട്ട ഒരാൾക്കാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, നിന്റെ മകളെ ഞാൻ വിവാഹം അന്വേഷിക്കുകയാണ്. ഓ ആയിക്കോട്ടെ, ഇരുവല്ലാറ്. അപ്പൊ റസൂലുള്ള പറഞ്ഞു, എനിക്ക് വേണ്ടിയല്ല, ഈ ഇരിക്കുന്ന ജുലൈബീബിനുണ്ട്. അത് ഞാൻ ഓളുള്ള ഉമ്മാനോട് കൂടി ഒന്ന് ചോദിച്ചാട്ടാണ്. സാധാരണ ഓളെ ഉമ്മക്ക് നിലവാരണ്ടാകും ടൈം എപ്പോഴാണ് വെച്ചാൽ ഇപ്പോഴാ. നമ്മൾ കുടുങ്ങുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യല്, ഉമ്മനോട് കൂടി വെച്ചു. ഞാനങ്ങനെ ഒറ്റക്ക് നേരത്തെ ഒറ്റക്ക് പറഞ്ഞതാട്ടോ. രണ്ടാമത് പറഞ്ഞപ്പോ ഓളെ ഉമ്മാക്ക് ഭയങ്കര അതിന് വെച്ചാൽ ചാരാളുള്ള സാധനമാണ് ഈ പെണ്ണ് പറഞ്ഞത്. ആയിക്കോട്ടെ, അങ്ങനെ വീട്ടിൽ ചെന്ന് ഭാര്യനോട് പറഞ്ഞാൽ ഭാര്യ പറഞ്ഞു, നിങ്ങൾക്ക് എന്തിനാ കേടാണ് എന്റെ സുന്ദരിയായ മോളെ ജുലൈബീബിനെ. എല്ലാവർക്കും അറിയാം, ജുലൈബീബിനെ മദീനയിൽ അറിയാത്ത ആൾക്കാർ ആരുമില്ല. അതേസമയം അത്രയും നല്ല മുവഹിദായ ഒരു മനുഷ്യൻ പറഞ്ഞാൽ അത്ര ദീനിനോടും അള്ളാഹിനോടും അങ്ങേറ്റത്തെ കടപ്പാടുള്ള വ്യക്തിയാണ് ജുലൈബീബ്. അങ്ങനെ ആ ജുലൈബീബിന്റെ ഈ വിവാഹാന്വേഷണം ഉമ്മയും ഉപ്പയും തിരസിച്ചു.
പക്ഷെ ഈ അമ്മയും ഉപ്പയും വീട്ടിൽ വെച്ച് സംസാരിക്കുന്ന രംഗം മകള് കേട്ടു. റസൂൽ അങ്ങനെ വിവാഹം അന്വേഷിച്ചിട്ടുണ്ടെന്നും അത് ജുലൈബീബിനാണെന്നും അത് മുടക്കണമെന്നും ഉമ്മ പറയുന്നത് മകള് കേട്ടു. അപ്പൊ ഉമ്മനോട് മകള് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂൽ ഒരു വിവാഹം എനിക്ക് ഉണ്ടാക്കിയിട്ട് ആ വിവാഹം തടയാൻ എന്റെ ഉമ്മയും ഉപ്പയും ഞാൻ അനുവദിക്കില്ല. അള്ളാഹുവിന്റെ റസൂൽ എനിക്ക് വേണ്ടി ഖൈറായി ഇഹത്തിലും പരത്തിലും എനിക്ക് വേണ്ടി തെരഞ്ഞെടുത്ത ആ ഭർത്താവേ എന്റെ ജീവിതത്തിൽ ഭർത്താവായി ഉണ്ടാവുള്ളൂ. കുടുങ്ങി. അങ്ങനെ മകളുടെ നിർബന്ധത്തിന് വഴങ്ങി മാതാപിതാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ജുലൈബീബിന് മകളെ വിവാഹം ചെയ്തു കൊടുത്ത അന്നത്തെ രാത്രി തന്റെ വധുവിനുള്ള പുതു വസ്ത്രവും കൈക്ഷത്തിലേന്തിക്കൊണ്ട് ജുലൈബീബ് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ മദീനത്തെ മസ്ജിദ് നബവി ജൂതന്മാർ ആക്രമിക്കുന്ന വിവരം ജുലൈബീബിന് ശ്രദ്ധയിൽപ്പെട്ടു. ഉടനെ ഈ കക്ഷത്തിൽ വെച്ച വസ്ത്രവുമായി ജുലൈബീബ് ഓടി മദീനാവിലെ ജൂതന്മാരെ നേരിട്ടു. ആ സംഘട്ടനത്തിൽ ബഹുമാനായ നമ്മുടെ ജുലൈബീബ് ഇഹലോകം വെടിഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാനോ നിങ്ങളോ ആണ് നമ്മളെ കല്യാണത്തിന് കഴിഞ്ഞ ആദ്യത്തെ രാത്രി പെണ്ണുങ്ങളുടെ അടുത്തേക്ക് പോകുമ്പോൾ ഡ്രസ്സൊക്കെ ആയിട്ട് പോകുമ്പോൾ നമ്മളെ ഉമ്മ ഉണ്ട് അവിടെ മരിക്കാൻ കിടക്കുന്ന നിങ്ങൾ എന്ത് പറയും? അത് ഇടക്കിടക്ക് കിടക്കുന്നതാണ്. അതിപ്പോൾ ഇന്നൊന്നിൽ തുടങ്ങിയല്ല. ഞാനെന്തിനു പോവുക? അപ്പം നല്ലത് മദീനത്തെ പള്ളി പിന്നല്ലേ. നിങ്ങൾ പോട്ടെ, ഉമ്മന്റെ പോട്ടെ, നമ്മളെ നാദാപുരം പള്ളി ഉണ്ട് ആരോ ആക്രമിക്കുന്ന ഞങ്ങൾ എന്ത് പറയും? അതാ പള്ളി ആരുണ്ടാക്കാൻ പറഞ്ഞു? പള്ളിയൊക്കെ ഉണ്ടാക്കണോ ആലോചിക്കല്ലോ, ഇത് ആക്രമിക്കുന്നത് എന്നല്ലാണ്ട് ഏത് ദീനുള്ളവനെ നമുക്ക് കിട്ടിയതിലേക്ക് കിട്ടുമോ? അപ്പൊ ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന വിവാഹത്തിൽ മതബോധമുള്ള ആളുകളുമായി വിവാഹത്തിൽ ഇണചേരുക. അതാണ് ഇഖ്തറൂലിനുതുഫിക്കും, ഇന്ദ്രിയം എവിടെ വെക്കണം തെരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞു. അല്ലാണ്ട് അങ്ങനെ പെണ്ണ് അത് പറ്റും അതൊക്കെയല്ലേ, ഇന്ന് പോയി നോക്കടാ, സ്കൂളിലത് പോയി നോക്കടാ, സ്കൂളിൽ പോയി ആ നടുവിലേക്കില്ലേ, അപ്പുറത്തുള്ള നടുവിലുള്ള അതാ ഓളാ പറ്റുമോ നോക്ക്, അങ്ങനെ പെണ്ണാണല്ലേ. അല്ലാണ്ട് ദീനുണ്ടോ അല്ലെങ്കിൽ ഇസ്ലാമുണ്ടോ, ഇസ്ലാമിന്റെ സംസ്കാരമുണ്ടോ, ഇതൊന്നും നമ്മൾ പരിശോധിക്കാറില്ല. ഉണ്ടോ? കാരണം നമ്മളെ സംബന്ധിച്ചോളം അതൊന്നും നമ്മൾക്കൊരു വിഷയമല്ല. പിന്നെ എപ്പോഴതൊക്കെ വിഷയമാവല്ലോ ചോദിച്ചാൽ കല്യാണമൊക്കെ കഴിഞ്ഞ് നിങ്ങളിട്ടില്ലേ, കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ ആദ്യത്തെ 2 കൊല്ലൊക്കെ നിങ്ങൾ ഇടണം. എന്താണ് ഇവർ രണ്ടാളും കൂടി നാട്ടിൽ ഇവലല്ലാത്ത ആരും ഭാര്യയും ഭർത്താവും ഇല്ലാത്ത മാതിരി അവർ നടക്കുക അല്ലേ? റോട്ടുമൽ ഇനി വേറെ ആരും ഇല്ലാത്ത മാതിരിയാ നടക്കുക. അത് നമ്മളെ മോളും ഭർത്താവും കൂടി ഇങ്ങനെ മുറ്റത്തായിട്ടും റോട്ടുമലായിട്ടും വണ്ടിമലായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കറങ്ങാൻ വിടുമ്പോ നമുക്ക് എന്താ തോന്നുക? ഇതാണ് നമ്മളെ പിയാപ്പിളക്ക് മോളുള്ള സ്നേഹം. ഇതിപ്പം നിൽക്കും. കാരണം ഇത് അധികം പോകില്ല. എന്നത്തേക്കുള്ള അല്ലല്ലോ ഇത് തൽക്കാലികമായ മറ്റേ ചുറ്റിക്കളി ഉണ്ടല്ലോ. ചുറ്റിക്കളി ഈ നമ്മളെ നശിപ്പിച്ച് തീർത്ത് വീർക്കുന്ന ഒരു വർഗം ഉണ്ടല്ലോ ഇവിടുത്തെ സിനിമ ആർട്ടിസ്റ്റുകളും സീരിയൽ ആർട്ടിസ്റ്റുകളൊക്കെ. തടിച്ച് കൊഴുത്ത് പോത്തുകുട്ടിയോലാവുണ്ടല്ലോ നമ്മളെ സംസ്കാരം നശിപ്പിച്ചിട്ട്. ഓലെ ആ കളി ഒന്ന് കളിച്ചു നോക്കുകയാണ്. ഇപ്പൊ നിൽക്കൂ അല്ലേ? അങ്ങനല്ലേ നമ്മൾ കണ്ടുവരുന്നത്. അത് യഥാർത്ഥത്തിൽ പാടുണ്ടോ നമുക്ക്? ഇസ്ലാം ഒരൊറ്റ വാക്കേ റസൂലുള്ള പറഞ്ഞോളൂ, ഫൈലൻ തസ്തഹി ഫസ്നമാശീത്ത. ലജ്ജിക്കുന്നില്ലേ? ഇഷ്ടമുള്ളതൊക്കെ ചെയ്തോ, ഒരു വിരോധമില്ല. ഇപ്പൊ ഉള്ള സംഭവം എന്താ വെച്ചാൽ ചിലവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ കഴിയില്ല, അത്ര പ്രയാസ. റോട്ടുമലൊന്നും നിന്നൂടാ. ഇവിടുന്നൊക്കെ ബസ് കയറും, നാദാപുരത്തുനിന്നൊക്കെ ടൗണില് ബീച്ചിൽ വരും. ബീച്ചിൽ വന്ന് പട്ടാമ്പയില് അവിടെ ഒരു കൊടി പിടിച്ച് രണ്ടാളും കൂടി ഇങ്ങനെ കൊടന്റെ ഉള്ളിൽ കുത്തിരിക്കുക. അലാക്കിന്റെ മഴ അതുപോലെ അറിയുന്നില്ല, അലാക്കിന്റെ വെയില് രണ്ടു കൂട്ടരും അറിയുന്നില്ല. കേട്ടില്ലേ? ടൗണിലുള്ളവർ അവിടെ കുത്തിരിക്കൂല, കാരണം ഓൽക്കൊക്കെ അറിയാം തമ്മില്. ഇവിടുന്ന് അങ്ങോട്ട് വന്നാൽ ആരും അറിയില്ല. അപ്പോ അങ്ങനെ പിന്നെ പൊരേന്ന് കളിക്കേണ്ട ഒക്കെ റോട്ടുമെന്ന് കളിക്കുക. കണ്ടില്ലേ ഞങ്ങള് എത്ര കൊല്ലം കളിക്കും ഈ സംസ്കാരം? എന്നിട്ട് ഓനക്ക് തോന്നുന്ന അറിയാം, നമ്മളെ ബാപ്പന്താ നമ്മളെ അമ്മനെ ചീത്തറിഞ്ഞത്. ഇത് ഇത്ര വലിയൊരു നല്ല ഏർപ്പാടാണെങ്കിൽ നമ്മളെ ബാപ്പ എപ്പോഴും ഉമ്മനെ കണ്ണെടുത്താൽ എന്താ അറിയില്ല. ഇത് നല്ലൊരു പരിപാടിയായി. ഇതെത്ര കൊല്ലത്തേക്കാണ് ചങ്ങായി ഇത് കൊണ്ടു നടക്കുന്നത്? 2 കൊല്ലത്തേക്കാ. എന്താ അള്ള പറഞ്ഞെന്തോ അറിയോ? മനുഷ്യരുടെ ഹൃദയത്തിൽ അള്ളാഹു മവദ്ദത്ത് ഇട്ടു, സ്നേഹം പ്രേമം ഒക്കെ ഇട്ടു. മവദ്ദത്ത് ഇങ്ങോട്ട് സ്ഥലം മാറിയാൽ അപ്പ അവിടെ റഹ്മത്ത് വരണം. അതില്ലാത്തോടത്ത് അപകടം വരും.
സ്നേഹം വരണം, കാരുണ്യം വരണം. അതിപ്പോ ഇവിടെ വരുന്നില്ല. ഇവിടെ ഇപ്പൊ എങ്ങനെയാ വെച്ചാൽ കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ 2 കൊല്ലം ഭയങ്കര അടിപൊളി. എന്താണ് ചിലവർ ഇത് കിട്ടാൻ വേണ്ടിയിട്ട്, പിയാപ്പിളിനെ കിട്ടാൻ വേണ്ടിയിട്ട് കണ്ട ഉടനെ തന്നെ പിയാപ്പിളിന്റെ വക പല സാധനം ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇസ്ലാമിക സംസ്കാരമല്ല കേട്ടോ. നിങ്ങൾ നിക്കാഹിന് ശേഷമല്ലാതെ അവളോട് സംസാരിക്കാൻ പോലും, മറ്റു നിലക്ക് സംസാരിക്കാൻ പോലും നമുക്ക് അവകാശമില്ല. നമ്മളെ വീട്ടിലേക്ക് ഫോം വരത്താം. ഫോം വന്നിട്ട് ചിലവരെ കൊണ്ടോക്കാം 2 ദിവസത്തേക്ക് നിക്കാഹിന്റെ മുമ്പ് തന്നെ. ഓളമ്മ പറഞ്ഞയച്ചു കൊടുക്കും. കാരണം നല്ലൊരു പിയാപ്പിളിനെ ഇതിപ്പോ കിട്ടൂല, ഒഴിഞ്ഞു പോവും. ചിലപ്പോ എന്തേ തോന്നിയാലോ പിയാപ്പിളിന്റെ ഓർക്ക് നിക്കാഹിന്റെ മുമ്പ് കൊണ്ടോണേനെ. ചിലവർ ബീച്ചിൽ കൊണ്ടുപോകും, ചിലവർ പാർക്ക് കൊണ്ടുപോകും, ചിലവർക്ക് ഐസ്ക്രീം പാർലറിൽ കൊണ്ടുപോകും. അങ്ങനെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി കുറച്ച് കഴിഞ്ഞ് നിക്കാഹൊക്കെ കഴിഞ്ഞ് 2 കൊല്ലം കഴിയുമ്പോൾ ആദ്യത്തെ 2 കൊല്ലം അങ്ങനെ സ്കൂട്ടർമ്മ കണ്ടില്ലെങ്കിൽ അങ്ങനെ കെട്ടി പിടിച്ചിട്ട് എൻ്റെ ഇപ്പോഴത്തെ ഒരു പുതിയ സംസ്കാരം ഉണ്ടല്ലോ. നമ്മളെ പെണ്ണുങ്ങളെ ചുരിദാറൊക്കെ പർദ്ദയൊക്കെ പറയാത്തല്ലേ. പണ്ട് ഒരു പർദ്ദ ചുരിദാറിനേക്കാൾ ബടുക്കട്ടെ, മനസ്സിലായോ? ചന്തിയൊക്കെ എത്ര ഉണ്ട് എന്നിങ്ങനെ സംസ്കാരം കാണിച്ചു കൊടുക്കണേ. നിങ്ങൾ ചിരിക്കേണ്ടുള്ളതാ. അല്ല, മൂപ്പരെ കുത്തി ചിരിക്കുക ഉള്ളതാ പറഞ്ഞ്. നിങ്ങൾക്ക് അറിയാത്തോണ്ടാ. കാരണം നമ്മളാണല്ലോ ഇതൊക്കെ നോക്കിയോണ്ട് നടക്കുന്നത്. നിങ്ങളത് ശ്രദ്ധിക്കാത്തോട്ടാ. ഈ പ്രബോധകന്മാര് സമൂഹോട് എത്തിക്കും നോക്കും അല്ലെ. നമ്മള് ആദ്യം പറഞ്ഞു പെണ്ണുങ്ങളോടെ ഹുമരിഹിന്ന അല്ല ജുയൂബിഹിന്ന, മാറുവിടത്തിലേക്ക് മക്കനെ താഴ്ത്തിയിട്ടുള്ള പർദ്ദ നമുക്ക് ഭയങ്കര സന്തോഷമായി. നമുക്ക് എന്നെപ്പോലുള്ള ആളുകൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായത്. കാരണം പെണ്ണുങ്ങളുടെ ഇസ്ലാമിക മാറ്റം, അതിന്റെ മുമ്പൊരു നാറ്റുള്ള കാലം ഉണ്ടല്ലോ അല്ലേ. കാരണം എന്താ, ഒരു സാരി, ഹാഫ് കൈ കുപ്പായം, പൊക്കലിന്റെ കുയ്യൊക്കെ ചെറിയ തെങ്ങിൻ തടത്തിന് തുറന്നായിട്ടുണ്ടാവും. പൊക്കലിന്റെ ഇതൊക്കെ അത്ര വെൽപ്പാക്കി വെച്ച് ഇങ്ങനെ സാരി പരമാവധി താത്തി അല്ലേ, അങ്ങനൊക്കെ അല്ലേ പറഞ്ഞ്. സലഫി പ്രസ്ഥാനം കേരളത്തിൽ പ്രവർത്തിച്ചതിന് ശേഷമാണ് കൂട്ടർ ഇതൊക്കെ ഇങ്ങനെ മാറിയത്. നിങ്ങൾ അത് മനസ്സിലാക്കണം കേട്ടോ. അതിന്റെ മുമ്പുള്ള ഇസ്ലാമിക വേഷ ആയിരുന്നില്ല. അപ്പൊ ഈ സംസ്കാരത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവന്നു. അപ്പൊ നമ്മൾ ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളെ നിങ്ങൾ ഈ വസ്ത്രം അണിയുന്നത് നിങ്ങളെ ഭർത്താവിന് വേണ്ടിയല്ല, നിങ്ങളെ ഉമ്മാക്ക് വേണ്ടിയല്ല, നിങ്ങളെ ഉപ്പാക്ക് വേണ്ടിയല്ല, നിങ്ങളെ സ്വർഗത്തിന് വേണ്ടിയാണ്. അതെന്താ കാരണം? റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്തുൻ റൂസഹുന്ന കാസ്നിബത്തിൽ ബുഖ്തിൽ മായില ലാ യദ്ഖുലുൽ ജന്ന. ഒട്ടകത്തിന്റെ പൂഞ്ഞ ചാഞ്ചാടുന്നത് പോലെ ശരീരം മുഴുവനും അന്യ പുരുഷന്മാരെ മുമ്പിലേക്ക് ഇങ്ങനെ വലിച്ചെറിഞ്ഞുകൊണ്ട് റോട്ടുമ്മ കൂടെ നടക്കുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, ലാ യദ്ഖുലുൽ ജന്ന, ഓല് സ്വർഗത്ത് കടക്കൂല. ഉംറ ചെയ്തിട്ട് കാര്യമില്ല, ഹജ്ജിന് പോയിട്ട് കാര്യമില്ല, സക്കാത്ത് കാര്യമില്ല, നിസ്കാരം ഉണ്ടായിട്ട് കാര്യമില്ല. ഇത് നിങ്ങൾ ഒഴിവാക്കണം. അങ്ങനെയാണ് നമ്മൾ നല്ല വേഷമൊക്കെ വന്ന്, പെണ്ണുങ്ങൾക്ക് നല്ല പർദ്ദയൊക്കെ വന്ന്, അതാ പേരിന് ഇബിലീസ്. വേറൊരു പർദ്ദയായിട്ട് അപായം. അത് അപായം എന്ന് പറഞ്ഞ പർദ്ദ വന്ന് അത് നോക്കിയിട്ട് കയ്യിനെ പൊന്തിച്ചാൽ ബാംഗ്ലൂർ വരെ കാണും. അക്കാലത്തുള്ളൊരു പർദ്ദ വന്ന് സൗദി അറേബ്യയിലെ ഗവൺമെന്റ് നിരോധിച്ചു. എല്ലാ എഴുത്താനും അറിഞ്ഞ സൗദി അറേബ്യയിലാണ്. അത് വേറെ വശ. ഇത് ഈ ശിർക്കിന്റെ കൂടാരം ഇറങ്ങിയത് അവിടെ തന്നെയാണല്ലോ. ഈ അബൂജാഹിലും കൂട്ടരൊക്കെ അവിടെ ഉള്ളതാ. ശരിയാ. ചിലവരെ ഞാൻ അബൂജാഹിലും കൂട്ടരൊക്കെ ബീഹാറിലറ്റുള്ള, സൗദി അറേബ്യയിലുള്ള. എന്ത് പറഞ്ഞാലും ചില ആൾക്കാർ സൗദി അറേബ്യയിലൊക്കെ ഉണ്ടല്ലോ, സൗദി അറേബ്യയിലെ പണ്ഡിതൻ പറഞ്ഞല്ലോ, ഈ പണ്ട് എന്തിന്റെ കേടാ എനിക്ക് അവിടെ. അവിടുന്ന് അത് ഉണ്ടായത് തന്നെ ഈ ശിർക്കും ഇവ കേട്ടോ. പോട്ടെ. അപ്പൊ നമ്മളുടെ ഈ സംസ്കാരം, ഈ പർദ്ദ സംസ്കാരം ഇപ്പൊ ഇവിടെ ചെയ്യുന്ന നിങ്ങള്, ഇപ്പം നമ്മളുടെ ബോഡി ഷേപ്പ് പർദ്ദ, അങ്ങനെ ചന്തിയൊക്കെ ഇങ്ങനെ കാണണം. നമ്മൾ അത് ഭയമായി തന്നെ റാലിൽക്കാരമായി കണക്ക് തന്നെ മസില് പിടിച്ചിട്ട് പെണ്ണുങ്ങള് പർദ്ദ ഇട്ടിക്കുന്നതന്നെ ഉള്ളൂ. ഉള്ളതാ പറഞ്ഞത്. ഇതിപ്പോ നിങ്ങളെ പറയലുണ്ടാവും, എന്റെ പറയലുണ്ടാവും. കാരണം ഇറങ്ങിയല്ല പർദ്ദന്റെ പീഡിയക്കാരെ ഇറക്കിക്കൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് പറ്റിയത് അതിന് പറ്റിയ ഇപ്പൊ മോഡല് വരെ പർദ്ദക്കായി മാറി അവിടെ എത്തിയപ്പോ. അപ്പൊ നമ്മളുടെ ജീവിതത്തിന്റെ സംസ്കാരത്തിൽ നിന്ന് വ്യതിചലിച്ച് നമ്മെ കൊണ്ടുപോകുന്നത് അള്ളാഹിന്റെ മാർഗത്തിൽ നിന്ന് നരകത്തിലേക്കുള്ള മാർഗത്തിലേക്കാണ്. അത് സൂക്ഷിക്കണം, എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ ഇസ്ലാമിക സംസ്കാരം നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയും ചെയ്താൽ മാത്രം പോരാ. അതിന് അതിൻ്റെതായ ചില പവിത്രമായ മാനങ്ങൾ കൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. നമ്മളുടെ ഭാര്യമാർ, നമ്മുടെ മക്കൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധം നടക്കാൻ പാടില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കല്യാണം കഴിഞ്ഞു എന്നുള്ളത് ശരിയാണ്, ലൈസൻസ് കിട്ടി എന്നതും ശരിയാണ്. പക്ഷേ പുറത്ത് മറ്റുള്ള വിവാഹം കഴിക്കാത്ത ചെറുപ്പക്കാരുണ്ട്. അപ്പൊ ഈ ആദ്യത്തെ 2 മാസം കണ്ടില്ല, ഞങ്ങൾ ഇടുക്കി പിടിച്ചിട്ട്
മറ്റേ തക്കാളിപ്പെട്ടി ബാക്കിൽ വെച്ചായില്ല ഒന്ന് കൊണ്ടുപോവുക പെണ്ണുങ്ങളെ. എന്നാൽ ഓള് തന്നെ മടക്കി പിടിച്ചിട്ടുണ്ടാവും മൂപ്പരെ. എന്താണ് പാൻറ്റിന്റെ അടിയിൽ കൂടെ പിടിക്കാൻ കഴിയും, അങ്ങനെ പിടിക്കും. അക്കോലത്തെ പിടിക്കുക, പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകണം. ആദ്യത്തെ 2 കൊല്ലം. പിന്നെ ഒരു 5 കൊല്ലം ആയതാണെങ്കിൽ കാണാം ഓന്റെ കഴുത്തിൽ ഇങ്ങനെ കൊട കൊളത്തിട്ടായി. എന്നിട്ട് ഇങ്ങനെ എങ്ങോട്ടോന്നില്ലാണ്ട് നോക്കും. കാരണം എങ്ങനെയൊക്കെ പോയതായി റോട്ട് ബുക്കൂടെ മുണ്ട്. ഓന്റെ പടച്ചോനെപ്പോ ഒരു അക്ഷരമുണ്ടില്ല, എന്നോട് മുണ്ടും തന്നെ ദേശീയക്കണം. 10 കൊല്ലായതോ അവിടെയും പിടുത്തം വിട്ട് വെറും കമ്പിമല. നമുക്ക് കമ്പി ഉണ്ടാക്കിയ കമ്പി എന്നുണ്ടാവും. മൂപ്പര തോളക്കൊഴിഞ്ഞ്. ശരിയല്ലേ? ഏറെക്കുറെ 95% ആളുകളുടെ സ്ഥിതി ഇതാണ്. എന്നിട്ട് എന്താ പറഞ്ഞു വെച്ചാൽ, ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്കൊരു വിവരമില്ലാത്ത കാലത്ത് ഞാൻ വിവാഹം കഴിച്ചു പോയി, അപകടമായിപ്പോയി. ഒരു തെറ്റും എനിക്ക് സംഭവിച്ചില്ല, ഈ തെരഞ്ഞെടുത്തു തെറ്റി. എന്താ നീ തെരഞ്ഞെടുക്കേണ്ടത്? ആദർശ വിശുദ്ധിയുള്ള കുടുംബത്തിൽ നിന്ന് അള്ളാഹിനെ രഹസ്യമായി, ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്, രഹസ്യമായി പടച്ചതമ്പുരാനെ ഭയപ്പെടുന്ന മാതാപിതാക്കൾക്ക് ജനിച്ച ആണിനെയും പെണ്ണെയും തെരഞ്ഞെടുത്ത് അവരെ ഇണചേർക്ക്. എന്നിട്ട് വിവാഹം കല്യാണം കഴിഞ്ഞ അപ്പോഴത്തെ പെൺകുട്ടികളും ആൺകുട്ടികളുടെ വേറെ തീരുമാനം എന്താ പറയുക? നമ്മൾ അടിച്ച് പൊളിച്ച് ജീവിക്കാൻ പോവുക, കുട്ടികളൊന്നും വേണ്ട. കല്യാണം കഴിക്കുന്നതിന് ലക്ഷ്യം ഖദ്ദിമൂലി അൻഫുസികും മിൻ ഖൈർ, നമുക്ക് ഗുണകരമായ നിലക്ക് അടുത്ത തലമുറ ഉണ്ടാവില്ല ലക്ഷ്യം. ഇപ്പൊ ഉമ്മയും ബാപ്പയും പോലും പറഞ്ഞു കൊടുക്കുന്നത് വേണ്ടാണ്ടോ, എന്തെങ്കിലുമൊക്കെ കരുതലൊക്കെ ഉണ്ടായിക്കോട്ടെ ഉമ്മ മോളോട്. അത് അപ്പോഴത്തെ സംസ്കാരം. ഒന്ന് കരുതിക്കോ, നല്ലതാണ്, യാപ്പണ്ണ ശരിക്കും ഒന്ന് അറിഞ്ഞിട്ട് മതി. മനസ്സിലാ? അതുവരെ ഫ്രീയാ, ഇഡ്ഡലിക്ക് ചട്ടിനി ഫ്രീ. മനസ്സിലാ? അതുവരെ കരുതിക്കോളാൻ മോളോട് ഉമ്മ. എവിടെ എത്തി നമ്മളെ സംസ്കാരം? ഒന്നുകൂടി വായിച്ചു നോക്കി. ഫൈലം തസ്തഹി ഫസ്തഹ്, ലജ്ജിക്കുന്നില്ലെങ്കിൽ ഇഷ്ടമുള്ളതൊക്കെ ചെയ്തോ. നീ ലജ്ജിക്കുന്നില്ലെങ്കിൽ ഇഷ്ടമുള്ളതൊക്കെ ചെയ്തോ. ഇഷ്ടമുള്ളതൊക്കെ പറയുന്നുണ്ടല്ലേ? മോളോടാ പറയുന്നത് ഒരു ഉമ്മ കരുതിക്കോളെ. അപ്പോ ഇവിടെ നമ്മൾ കാണുന്നത്, എന്നിട്ട് കുറച്ചു കാലം കഴിയുമ്പോൾ 2, 3, 4, 5 കൊല്ലം കഴിയുമ്പോൾ ഇവർക്ക് ഒരു കുട്ടിയെ വേണമെന്ന് പറയുമ്പോഴോ അള്ളാറ്റ് കൊടുക്കൂല. ഇപ്പൊ അങ്ങനത്തെ ദമ്പതിമാർ കൂടിയിട്ടുണ്ട് അല്ലേ? കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ കൂടിയില്ലേ? എല്ലാ വിഭാഗം ആളുകളിലും. ഇസ്ലാമിനൊരു സംസ്കാരമുണ്ട്. അതെന്താ അറിയോ? നല്ല ആരോഗ്യമുള്ള കിടുകിടുത്ത ബാല്യമുള്ള സമയത്ത് കുട്ടികൾ ഉണ്ടാവണം. നല്ല ബുദ്ധിയും കഴിവും യോഗ്യതയും ഒക്കെ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് കുയിൽക്ക് കാല് കിട്ടിയ അതിന്റെ ശേഷം ഒരു കുട്ടി ഉണ്ടായി, അതിന്റെ പേര് ഉനൈസ്, അത് അതുപോലെ തന്നെ ആവും. കണ്ടില്ല നിങ്ങള്? മുസ്ലിങ്ങൾക്ക് അതല്ലല്ലോ. മുസ്ലിങ്ങൾക്ക് ഞാനിപ്പോ എന്റെ മകളെ വിവാഹം കഴിച്ചു, എന്റെ 2 കുട്ടികളുടെ ഇവിടെ. അപ്പോ എനിക്ക് ഇന്റെതൊക്കെ പണി കഴിഞ്ഞു, എല്ലാ പണിയും കഴിഞ്ഞു. നേരെ മറിച്ച് ഞാനിപ്പോൾ ഒരു 10, 30, 35 വയസ്സായിട്ട് കല്യാണം കഴിച്ചാൽ എനിക്ക് 55 വയസ്സാവുമ്പോൾ 20 വയസ്സായ കുട്ടി എനിക്ക് ഉണ്ടാവും. ഓന് ഞാൻ 55 വയസ്സുള്ള ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നില്ല. കാരണം എന്റെ എല്ലാ കഥയും പീസ് ഊരിയതാ. അപ്പൊ നേരെ മറിച്ച് അങ്ങനല്ല, യുവത്വത്തിലുള്ള മാതാപിതാക്കളോടും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് വിവാഹം കഴിച്ചാൽ കുഞ്ഞുങ്ങളാണ് ആദ്യം ഉണ്ടാവേണ്ടത്. നല്ല കുഞ്ഞുങ്ങൾ ഉണ്ടാവണം. അത് ഇസ്ലാമിന്റെ സംസ്കാരത്തിൽപ്പെട്ടതാണ്. നല്ല കുഞ്ഞുങ്ങൾ. അതിന് അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. അത് പടച്ചോന്റെ നാമത്തിലായിരിക്കണം ലൈംഗിക ബന്ധം പുലർത്തുന്നത്. ഒരാളിനോട് ചോദിച്ചു, ഈ സമയത്ത് എപ്പോഴാ ദ്വാരക്കുക? ആദ്യം അങ്ങോട്ട് ദ്വാരനോട് ഉണ്ട് ചങ്ങായി. അല്ല, ഓരോ ഡൗട്ട് ചോദിക്കുന്ന ചിലല്ലേ മൂലം ഇത് എപ്പോഴാ ദ്വാരക്കേണ്ടത്? നിങ്ങള് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബിനി എന്നൊക്കെ പറഞ്ഞ്, ജന്നിബിനി ഷെയ്ത്താൻ, ജന്നിബ് മാ റസഖ്തന എന്നൊക്കെ പറഞ്ഞ് ഷെയ്ത്താനെ നമ്മൾ കുട്ടികളിൽ നിന്നും ഷെയ്ത്താനിൽ നിന്ന് നമ്മളിൽ നിന്നൊക്കെ ഷെയ്ത്താനെ അകറ്റിത്തരണേ. വളരെ മോശമായ ചിന്താഗതി എന്റെ മനസ്സിൽ നിന്ന് അകറ്റിത്തരണേ. വളരെ നല്ല മനസ്സുള്ള മക്കളെ നീ എനിക്ക് തരണേ. ബോധം നൽകപ്പെട്ട എന്റെ കുഞ്ഞുങ്ങൾക്ക് പൈശാചികമായ ചിന്താഗതികൾ, അധർമ്മങ്ങളോടുള്ള ചിന്താഗതികൾ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ എനിക്ക് തരണേ. ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, പടച്ചോനെ സുഹൃതം ചെയ്യുന്ന കുട്ടികൾ തരണേ. അപ്പൊ കുഞ്ഞുങ്ങള് നല്ല നമ്മളിപ്പോ നമ്മളെ കുട്ടി ഉണ്ടായാൽ തന്നെ നമ്മളെ സംസ്കാരം എന്താ വെച്ചാൽ, നമ്മളെ കുട്ടി എന്താ നമ്മളെ കുട്ടികൾക്കുള്ള സ്ഥിതി അറിയുന്നത്. നമ്മളെ കുട്ടികൾ ചെറുതാവുമ്പോ തന്നെ നമുക്ക് ഇസ്ലാമിക സംസ്കാരത്തോട് ഒരു വിലയില്ല, ഒരു നിലവാരവും ഇല്ല. ഉണ്ടോ? ഇപ്പൊ നമ്മളെ കുട്ടി അസ്സലാമു അലൈക്കും ഉമ്മനോട് പറഞ്ഞാല് അത്ര ഇഷ്ടം ഉണ്ടാവില്ല. ഉണ്ടോ? നേരെ മറിച്ച് നമ്മളെ കുട്ടി വന്നിട്ട് നമ്മളെ ഉമ്മാനോട് ഉപ്പാനോട് 2 ഇംഗ്ലീഷ് അടിച്ചാലോ
എന്താണ് ആ ഇംഗ്ലീഷ് മീഡിയം കൊണ്ടാക്കണം, എന്നാലേ ശരിയാവും. ഇപ്പോ അസ്സലാമു അലൈക്കും എത്ര കാലമായി കേൾക്കൽ തുടങ്ങിയിട്ട് അതുമല്ല മൊയ്ലിയമാര് പറഞ്ഞ വർത്താനാണ്. അസ്സലാമു അലൈക്കും. നേരെ മറിച്ച് നോക്കി നിങ്ങൾ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, അത് പുയിങ് ഈവനിങ്. എന്നൊക്കെ പറഞ്ഞാലോ എന്താ കുട്ടി, മൈ ഡിയർ ബാദിജ, മൈ ഡു നോട്ട് വിത്ത് കമ്മിങ് യു. അടിപൊളി ഇംഗ്ലീഷ് അല്ല എന്റെ കുട്ടി. അപ്പൊ ഇങ്ങനെ ചിന്തിക്കുന്ന, സലാം പറഞ്ഞാൽ ആ സംസ്കാരത്തോട് താല്പര്യമില്ലാത്ത ആളുകൾ ഇല്ലേ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ ഇസ്ലാമിക സംസ്കാരത്തോട് നമുക്ക് സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും നമ്മളെ കുട്ടി ഒരു ഇസ്ലാമിക സംസ്കാരത്തിൽ വളരുന്നതിനോട് ഇഷ്ടമല്ല ഉണ്ടോ? ഒരു ഉദാഹരണം കൂടി പറയാം. നിങ്ങൾ ഏതെങ്കിലും ഒരു കുട്ടിനെ നിങ്ങൾ മൗലവിയാക്കോ, ഒരു പണ്ഡിതനാക്കോ? ഇപ്പൊ ഈ വയല് കേൾക്കാൻ വന്നിട്ടിരിക്കുന്ന നിങ്ങൾ, എന്റെ ഒരു മോനെ ഞാനൊരു പണ്ഡിതനാക്കും, അങ്ങനല്ല പറഞ്ഞത്. എന്റെ ഒരു മോൻ ഡോക്ടർ, മറ്റോൻ എഞ്ചിനീയർ, ഇവരോ പ്രൊഫസർ, മറ്റോനോ ശാസ്ത്രജ്ഞൻ, ഇവനോ ഗവേഷകൻ, അങ്ങനെ പിന്നെ ഇപ്പോ കമ്പ്യൂട്ടർ അതിലേക്കാ അവരങ്ങനെ പോയി. അങ്ങനെ ഇതൊക്കെ ഉള്ള അല്ലാതെ ഖുർആനും ഹദീസും ബുഡാടെ കുത്തുന്നതാ പറയും. അത് നയാ പൈസ ഇട്ടൂല, ഭയന്ന് അറിയാതല്ലാണ്ട് നമുക്ക് പറമ്പണ്ട. ഇപ്പൊ കിട്ടുവോ? ഇവിടെ കിട്ടുവോ? ഇവിടെ നമ്മളില്ലല്ലോ, നമ്മളതിലും ഇല്ലല്ലോ. അതല്ലേ ഞമ്മക്ക് ഇവിടെ ഇല്ല, മാഷെ. ഇവിടെ നമുക്ക് ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും കിട്ടുക. നിങ്ങൾക്ക് വിഷയം മനസ്സിലായില്ല. അത് കിട്ടുന്നോടത്തല്ലേ കിട്ടുള്ളൂ, ദീ കിട്ടൂല്ലോ. തൗഹീദ് നടത്താ കിട്ടുവോ? കിട്ടൂല. പിന്നെന്ത് ചെയ്യാനാ? നിങ്ങൾ വരുമോ? കിട്ടൂല. മറ്റേ ഞാൻ പറഞ്ഞത് നമ്മളെ കുട്ടികളെ നമ്മള് എഞ്ചിനീയർ, പ്രൊഫസർ ഇതൊക്കെ ആക്കാം. നമ്മളെ കുട്ടികളെ എഞ്ചിനീയറും ഡോക്ടറും ഒക്കെ ആക്കാൻ നമ്മളെ പൂതി. പക്ഷെ ചില ഉമ്മ LKG UKG ഒക്കെ എത്തിയിട്ടുണ്ടാവുള്ള ഓട്ടോറിക്ഷകൾക്ക് കാറിലൊക്കെ കയറ്റി കൊടുക്കുമ്പോൾ ഡോക്ടറെ കയറ്റുന്ന മാതിരിയാ കയറ്റുക. ബഹുമാന പുരസ്സരം, നാളത്തെ ഭാവിയിലെ ഡോക്ടർ. ഇതെന്താ ആകുക ആർക്കറിയാം? അള്ളാന്റെ തഖ്ദീറല്ലേ? നമ്മളെ കണക്കൂട്ടലിന്റെ മേലെ റബ്ബിന്റെ ഒരു കണക്കൂട്ടലുണ്ട്. ആ കുട്ടി വലുതാവോ അറിയില്ല അല്ലേ? ആ കുട്ടി എന്തായിത്തീരും നമുക്കറിയില്ല. പക്ഷെ നമ്മളെ മനസ്സിലുള്ള ആഗ്രഹം നമ്മളെ കുട്ടി ഡോക്ടറാണെന്നാ. പലപ്പോഴും നിങ്ങളുടെ ആഗ്രഹത്തിന്റെ അപ്പുറത്താണ് കുട്ടി ആവാറുള്ളത്. എന്തെങ്കിലും ആയിക്കോട്ടെ, എന്റെ കുട്ടിക്ക് ഇഷ്ടമുള്ളത് പോലെ വളർന്നോട്ടാണ് ഡോക്ടറാവും എഞ്ചിനീയറാവും. അല്ലാത്ത നിങ്ങൾ വിചാരിച്ച മാതിരി അല്ല ആകുക. പടച്ചോനെ എന്താക്കി വെച്ചാൽ അതുപോലെ ആയിപ്പോ. അതുകൊണ്ട് ഒരു ഇസ്ലാമിക സംസ്കാരമുള്ള കുട്ടിയാവണേ, ഇങ്ങനത്തെ അവൻ എന്തെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെ ഞങ്ങൾ ആഗ്രഹിക്കല്ലേ. ഇനിയുള്ള തലമുറ, ഇതുവരെയുള്ള തലമുറ ഇപ്പൊ ആഗ്രഹിക്കുന്നു. എല്ലാവരും ഇതിൽ ആരും കുറ്റമുക്തരല്ല, എല്ലാവർക്കും ആഗ്രഹം. ഒരു ഇമാമ് പള്ളിയിൽ നിൽക്കാൻ ആരും കിട്ടുമോ? ഇല്ല, അറിയില്ല. മഗ്‌രിബിന് നിൽക്കും. കാരണം എന്താ? ഒന്നാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ്, രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുൽ കാഫിറൂൻ കഴിച്ചിലാകാം. എപ്പ ഇപ്പൊ വന്നാലും എന്താ? കാരണം മുഫസ്സലായ സൂറത്ത് ഓതാനാണ് നബി പറഞ്ഞത്. ഇത് മുഫസ്സല. അതുകൊണ്ട് അത് തന്നെ ചിലപ്പോ കൊളാവും ചെയ്യും. ചിലപ്പോ ചിലർ നന്നാക്കും. ഇമാമുക്കുമ്പളെ നീട്ടി യാ കുറച്ച് തരാം അധികം കുടുങ്ങി, പിന്നെ അത് പൂർത്തിയാവില്ല കേട്ടോ. കാരണം ഓമന അത് ഏറ്റു കുടുങ്ങി. തീർത്താ കയ്യില. ഇതൂടെ കൊണ്ടുപോയി വെക്കുക. കാരണം ഇതുവരെ ഓതിയത് ഈ സ്പീഡിലല്ല. അപ്പൊ കിട്ടുക ഇപ്പൊ കിട്ടുന്നില്ല. കാരണം ഇത് നീട്ടിപ്പോയി. ഇത് വലിച്ചു പിടിച്ചപ്പോ കിട്ടില്ല. വലിച്ചു പിടിച്ചിട്ട് കിട്ടാണ്ടായപ്പോ പിന്നെ അവസാനം ബയ്യുള്ള ആളുകൾ പറഞ്ഞു കൊടുക്കില്ലേ? ബയ്യുള്ളവർക്ക് അതിനും പറയും ഇപ്പൊ ഓതിയപ്പോ ഓൽക്ക് കിട്ടില്ല. ഇവരിങ്ങനെ ഓതി നോക്കുമ്പോ ഓൽക്ക് കിട്ടില്ല. അവസാനം ഇയാൾ കുറെ നേരം അവസാനിക്കിട്ടില്ല. അവസാനം മൂപ്പർ ഓതി അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാക്കിമീൻ. വിധികർത്താവ് അല്ലല്ലേ? വലിയ വിധികർത്താവ് അല്ലല്ലേ? വിധിയേൽപ്പിക്കാൻ പറഞ്ഞു. അള്ളാഹ് കൂട്ടുകൊടുത്തു. കാരണം നിവൃത്തിയില്ല. ഇത്രേ നമുക്ക് അറിയുള്ളൂ. എന്നാൽ നമ്മളെ മക്കളാരെങ്കിലും നമ്മൾ ആ നിലക്ക് വളർത്തിക്കൊണ്ടുവന്ന് ഇസ്ലാമികമായ തെർബിയത്ത് കൊടുത്ത് ധാർമ്മികമായ ബോധം നൽകി അവരെ വളർത്തണം എന്നുള്ള ആഗ്രഹം നമുക്ക് ഇല്ലതാനും. അപ്പൊ ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വരുന്നത്,
ഒരുപാട് വിഷയങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട്. ഇസ്ലാമിക സംസ്കാരങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തളം കെട്ടി നിർത്തേണ്ടതുണ്ട്. കുട്ടികൾ ജനിക്കുക എന്നൊരു നല്ല ലക്ഷ്യം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ആ കുട്ടികൾ നല്ല കുട്ടികളാവണമെന്നുള്ള ആഗ്രഹവും നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ആ കുട്ടിക്ക് ആദ്യമായി നല്ല സംസ്കാരം എന്നുള്ള കുഞ്ഞ് ജനിച്ചതിന്റെ പേരിൽ നമ്മൾ ഹഖീഖ അറക്കണം. സാധാരണ ഈ ലഡു വിതരണം ചെയ്യുന്ന ഒരു ഏർപ്പാടുണ്ട്. അത് ഇസ്ലാമിക സംസ്കാരമല്ല. ലഡു ഇങ്ങനെ എടുക്കൂ ഒരു തളികയിൽ 10 ലഡു എടുത്തിട്ട് ഓഫീസുകളിലൊക്കെ എന്റെ കുട്ടി അത് പെൺകുട്ടിയാണെങ്കിലും കൊടുക്കൂല. അത് കൊടുത്തിട്ട് കാര്യമില്ല. കേട്ടില്ലേ? കുട്ടി ആണായാലും പെണ്ണായാലും ഇസ്ലാമിന്റെ സംസ്കാരത്തിൽ കുട്ടി അള്ളാഹ് തന്ന കുട്ടി അതാണ്. ഇത് ഒരിക്കലും ആൺകുട്ടിയേക്കാൾ പെൺകുട്ടിക്കോ പെൺകുട്ടിയേക്കാൾ ആൺകുട്ടിക്കോ പ്രാധാന്യം കൊടുക്കാൻ പാടില്ല. അതും തെറ്റാണ്. ചിലവർ അങ്ങനെ ഉണ്ട്. ആൺകുട്ടിനെ വലിയ സ്നേഹം, പെൺകുട്ടിനോട് അത്ര ഇഷ്ടം ഉണ്ടാവില്ല. ചിലവര് ആൺകുട്ടിനെ അത്ര ഇഷ്ടം ഉണ്ടാവില്ല, പെൺകുട്ടിനെ കൂടുതൽ ഇഷ്ടം ഉണ്ടാവും. രണ്ടും പാടില്ല. രണ്ടും ഇസ്ലാമികമല്ല. നമുക്കൊരു കുട്ടിനെ തന്നു, അതിന് ഇസ്ലാമിലൊരു സംസ്കാരമുണ്ട്. അതെന്താ? ഹഖീഖ അറക്കുക അല്ലെ? ഹഖീഖ. അതിന്റെ പടച്ചോനെ ഈ കുഞ്ഞിന് നിങ്ങൾക്ക് തന്ന അല്ലാഹുവേ, ഇവന്റെ എല്ലാ അശുദ്ധിയും ഈ ഹഖീഖ അറക്കുന്നതോടുകൂടി അവസാനിപ്പിച്ചു തരുന്ന തമ്പുരാൻ. ആ നിയ്യത്തോട്ടാണ് ഹഖീഖ അറക്കേണ്ടത്. ഇപ്പൊ ഹഖീഖ അറക്കുന്നതും അങ്ങനല്ല. എന്നോട് എന്താ മുരിയ, ഞാൻ 2-3-4 ആട് വാങ്ങിക്കും, മോശാക്കണ്ട അച്ചു. ഇത് പിന്നെ അതിന്റെ മെയിൻ ഭാഗമൊക്കെ എൻ്റെ അടുത്ത വെക്കാ പറഞ്ഞിട്ട് കൊടുക്കുന്നു. ഇപ്പോഴങ്ങനെ അർത്ഥം ആ 3/4 ഭാഗം പൂപ്പരെ പിടിച്ചില്ല. ഇത് അങ്ങനെയാണ് ഇപ്പോഴത്തെ മെയിൻ ഹഖീഖ. പോട്ടെ. അപ്പൊ ഹഖീഖ അറക്കുക, അത് അള്ളാഹിനോട് ഈ കുഞ്ഞിന്റെ എല്ലാ അശുദ്ധിയും മാറ്റിത്തരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥനയും ആഗ്രഹവും പ്രകടിപ്പിച്ചുകൊണ്ടായിരിക്കും ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. കുഞ്ഞ് ജനിക്കുക, കുഞ്ഞ് ജനിച്ചാൽ ആ കുട്ടിയുടെ അശുദ്ധി നീക്കുവാൻ വേണ്ടി റബ്ബിനോട് പ്രാർത്ഥന ഉണ്ടായിക്കട്ടെ ഹഖീഖ. അതുപോലെ തന്നെ ആ കുട്ടിക്ക് അഹ്സിൻ ഇസ്മ, നല്ലൊരു പേര് കുട്ടിക്ക് ഇട്ട് കൊടുക്കുക. നല്ല പേര്. അത് എന്ത് പേരായിരിക്കണം? നല്ല പേര് ഇസ്ലാമികമായ ടച്ചുള്ള. നമ്മളത് ഇപ്പൊ അങ്ങനല്ല. നമ്മളത് അട ഉട 2 അക്ഷരേ പാടുള്ളൂ. ഇടി, ഡെം, ടോണി. ഇത് മുസ്ലിമാണോ? നേരെ മറിച്ചുകൾ നോക്കി മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ശ്രദ്ധിച്ചു നിങ്ങള്. നമ്മളിവിടെ ഇപ്പൊ മുഹമ്മദ് അത്യധികം വാഴ്ത്തപ്പെട്ടവെന്നാ മുഹമ്മദ്. ഇപ്പൊ മുഹമ്മദിന് ആരും പേരിടില്ല, കാരണം അതൊരു മോശമായ പേരാന്നാ. ഇപ്പൊ എന്റെ മകളെ കുട്ടിക്ക് ഞാൻ പേരിട്ടു നഈം അബ്ദുള്ള. രണ്ടാമത് ചോദിച്ചാൽ ജാസിം അബ്ദുള്ള. രണ്ടാമത്തെ കുട്ടി കിട്ടും. ഇനി മൂന്നാമത്തെ ഉണ്ടായി. ഇനിയിപ്പോ അതേമാതിരി ഒരു അബ്ദുള്ള ഇട്ടിട്ട് നടക്കുള്ളൂ. കാരണം അങ്ങനെ പുറത്തിറക്കിയാല് കോളേജ് ക്യാമ്പസിലൊക്കെ എത്തിയാലേ അവളൊക്കെ വിളിക്കൽ തുടങ്ങി. അവളെ നേരെ മറിച്ച് നിങ്ങൾ ഡിം ഡിം എന്നുള്ളതൊക്കെ ഇട്ടുണ്ടല്ലോ, ഏതാന്ന് തിരിയില്ല. അപ്പൊ ഓനക്ക് അവിടെ പോയിട്ട് അടിച്ചു വിളിക്കുക. ഈ പേര് തന്നെ ഓനെ നശിപ്പിക്കാൻ കാരണമാവും. അതുകൊണ്ട് നല്ല ഇസ്ലാമിക ടച്ചുള്ള പേര്. ഇപ്പൊ നമ്മള് മുഹമ്മദ്, ഇപ്പൊ നമ്മള് കോഴിക്കോട്ടുകാരായ ആൾക്കാര് മുഹമ്മദിന്റെ കൂടെ എക്സ്ട്രാ ഫിറ്റിങ്സ് വെറുതെ കയറ്റി. മുഹമ്മദ് കോയ എക്സ്ട്രാ ഫിറ്റിങ്സാ കേട്ടോ. കണ്ണൂർക്കാര് അതെല്ലാം കൂടി മുഹമ്മദ് കുഞ്ഞി. അത് മലപ്പുറത്തെത്തിയപ്പോ മുഹമ്മദ് കുട്ടി കനം കൂടി. അത് എറണാകുളം ഭാഗത്തെത്തിയപ്പോഴോ മുഹമ്മദ് കണ്ണ്. എല്ലാരും എക്സ്ട്രാ ഫിറ്റിങ്സും മുഹമ്മദ് മല. നേരെ മറിച്ച് UP-യിലുള്ള ആൾക്കാർ പേരിട്ടപ്പോഴോ ഗുലാം മുഹമ്മദ്. പേരെന്താ? മുഹമ്മദ് കുട്ടി. ഇതാണ് ഗുലാം തന്നെ. എന്താ കുട്ടി? ഗുലാം മുഹമ്മദ് പറഞ്ഞാലോ മുഹമ്മദ് കുട്ടി തന്നെ. പക്ഷെ നമ്മളെന്താ പറയുന്നത്? അടിപൊളി പേരാട്ടോ ഗുലാം മുഹമ്മദ്. ണ്ടാ നമ്മളെ എക്സ്ട്രാ ഫിറ്റിങ്സ് അതാറാക്കിയത്. 2 അറബിട്ടാ പോരെ. ചിലവരുണ്ട് കോഴിക്കോട്ടിന്റെ ചില പേര് കോയസം കോയ. അസനെ നടുക്കിലിട്ട് അപ്പുറത്തും ഇപ്പുറത്തും കോയ. കോയസം കോയ ഇവിടെ ഉണ്ടോ? അപ്പൊ നല്ല പേര് അഹ്സിൻ ഇസ്മഹ, നല്ല പേരിട്ട് കൊടുക്കുക. ഒരു കുട്ടിക്ക് ഹഖീഖ അറക്കുക, ആ കുട്ടിക്ക് നല്ല പേരിട്ട് കൊടുക്കുക. ഇനി ആ കുട്ടിയെ ഇസ്ലാമിക സംസ്കാരത്തിൽ വളർത്തിയെടുക്കുക. അങ്ങനെ ഇസ്ലാമികമായ ബോധം ആ കുട്ടിക്ക് കിട്ടണം. അള്ളാഹിനെ പറ്റിയുള്ള ബോധം ആ കുട്ടിക്ക് കിട്ടണം. ആ വിധം വളർത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ അള്ളാഹിനെ കുറിച്ചുള്ള ബോധം നമ്മൾ ആ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടത്. മരണം, ഇപ്പൊ ഒരു മരിച്ചതിലെ അത് നമ്മളുടെ കുട്ടികൾക്ക് ഇത് മരിക്കുക, അല്ലെങ്കിൽ അതിപ്പോ നമ്മളിപ്പം ജീവിക്കുന്നുണ്ടാ അറിയാം മോനെ. 2-3 വയസ്സാകുമ്പോഴേക്കും ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എന്താ പറഞ്ഞ കമ്പ്യൂട്ടറൈസ്ഡ് കുട്ടിയാ.
പഴയമായുള്ള കുട്ടികളൊന്നല്ല, പഴയ 2-3 വയസ്സല്ല ഇപ്പോഴത്തെ 2-3 ആണോ? അന്നൊക്കെ അമ്മക്ക് 3 വയസ്സായ ഒന്നും അറിയില്ല. ഇപ്പോഴത്തെ 3 വയസ്സായ കുട്ടികൾക്ക് എല്ലാ കാര്യം അറിയാം. ബാപ്പൊക്കെ അങ്ങോട്ട് പഠിപ്പിച്ചു തരും. ബാപ്പന്റെ മൊബൈൽ എടുത്തിട്ട് അങ്ങനെയല്ല, അത് എങ്ങനെയാണ് ഗെയിം കളിക്കൊക്കെ അറിയില്ല, കാണിച്ചാലാ. അത് 3 വയസ്സായ കുട്ടിക്കിട്ട് കളിച്ചത് ഗെയിം വ്യത്യാസേ, കാലഘട്ടത്തിൽ വ്യത്യാസ. അപ്പൊ ആ കുട്ടിക്ക് നമ്മൾ പഠിപ്പിക്കുമ്പോ കുറച്ച് അഡ്വന്റേജ് അല്ല. അപ്പൊ സമുദ്രം ബീച്ചിൽ കൊണ്ടുപോയിട്ട് ഇരുത്തിയിട്ട് കണ്ട മോനെ ഇതൊക്കെ അള്ളാന്റെ വെള്ള കണ്ട അലതല്ലുന്നുണ്ട്, നമ്മൾ അള്ളാന്റെ ഒരു കഴിവുണ്ട് മോനെ. അങ്ങനെ അള്ളാഹുമായി കുട്ടിയെ ബന്ധപ്പെടുത്തുക വേണ്ടത്. എന്ത് സംഭവം സംസാരിക്കുമ്പോഴും അള്ളാഹുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് കുട്ടിനെ സംസാരിക്കേണ്ടത്. അങ്ങനെ നമ്മളെ കുട്ടിനെ വളർത്തി കൊണ്ടുവരണം. അതാ. എന്നിട്ടൊരു 7 വയസ്സൊക്കെ ആവുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ സംസ്കാരം വീണ്ടും 7 വയസ്സായ കുട്ടിയോട് നിസ്കരിക്കാൻ കൽപ്പിക്കുക. വൈദാ ബലഗ 10 സിനീൻ 10 വയസ്സായാലോ നമസ്കരിച്ചില്ലെങ്കിൽ ഫദ്രിബൂഹും അലൈഹ, അതിന്റെ പേരിൽ ചെറുതായി ശിക്ഷിക്കണം. പക്ഷെ നമ്മൾ തന്നെ ഓന് 10 വയസ്സുള്ള സമയത്ത് നമ്മൾ നിസ്കരിക്കില്ലേ, പിന്നെ ഓൻ അങ്ങോട്ട് ശിക്ഷിക്കും. എന്താന്ന് ഇപ്പോഴുള്ള പ്രസിദ്ധി അതാ. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ഈ സലഫി പ്രസ്ഥാനം ബെന്നിന് മുമ്പും കേൾക്കണം, ആളുകൾ ജുമാക്ക് മാത്രം പോണോരാ. മാപ്പിളാരിലധികവും കുറച്ച് വയസ്സായ ആൾക്കാർ മാത്രം പള്ളിയിൽ ഉണ്ടാവും. പള്ളിക്കാണെങ്കിൽ ചേറ്റടി ഉണ്ടാവും ചുറ്റിലും. അതിന് ഇറച്ചിക്കല്ല് എന്നാ പറയാ. അതിന്റെ നടുക്കൊരു ഹൗലും, അതിൻ്റെ ഉള്ളിൽ കുറെ കൈലും കണട്ടിട്ടുള്ള ഹൗല്. ചിലപ്പോൾ ചില വീട്ടിൽ അതിൽ പോകും. അവിടെ അങ്ങോട്ട് പോക്കില്ല, അതുണ്ടാക്കാനും പഠിക്കാനും. ഈ സലഫി പ്രസ്ഥാനം വന്നതിന് ശേഷം ഈ കോലത്തിലൊക്കെ ആക്കി മാറ്റിയത്. ജുമാക്ക് പോണം മാത്രം. ചിലർ പെരുന്നാൾ നമസ്കാരം മാത്രം നിർവഹിക്കുന്നുണ്ട്, ബാക്കിയൊന്നും നിസ്കരിക്കില്ല, പറലുണ്ടാവില്ല. അങ്ങനത്തെ ആൾക്കാർ അവിടുന്നൊക്കെ ഇവിടം വരെ എത്തിച്ചതാ. അപ്പൊ ഇവിടെ ഗ്രാമപ്രദേശങ്ങൾ എങ്ങനെ നമുക്കറിയില്ല. ടൗണിന്റെ സ്ഥിതി ഞാൻ പറഞ്ഞത്, ടൗണിലൊക്കെ പെരുന്നാളിന് മാത്രം നിസ്കരിക്കും. ഹിന്ദുക്കളൊക്കെ ചോദിക്കേനി മുസ്ലിങ്ങളോട്, നിങ്ങൾ DMP ആണോ? DMP ആണോ വെച്ചാൽ ഡെയിലി നിസ്കരിക്കുന്ന മാപ്പിളയാണോ? DMP ആണോ അതോ JMP ആണോ? ജുമാക്ക് മാത്രം പോണ മാപ്പിളക്കാണ് JMP. ചിലത് PMP, പെരുന്നാളിന് മാത്രം നിസ്കരിക്കുന്നത്. ചിലത് റമളാനിന് മാത്രം RMP. ചൊവ്വാലിന് പോലും ഉണ്ടാവില്ല. അവരൊക്കെ പോയി, ചൊവ്വാലൊന്നല്ലോ. ഇനിയിപ്പൊ വെള്ളിയാഴ്ച നോക്കിയാൽ കാണാം പള്ളിയിലൊക്കെ ആള് കുറഞ്ഞു. എവിടെ പോയതാ? നാട്ടിൽ പോയതായിരിക്കും. ഏത് നാട്ടില്? ഖബറിലോ? ഒക്കെ പെടുത്തലുണ്ട്. ഇനി അടുത്ത റമളാനിൽ ഇതെല്ലാം ഇറങ്ങും, മയത്ത് തവള ഇറങ്ങും പോലെ. അപ്പൊ നമ്മൾ കുറെ മുസ്ലിങ്ങൾ സത്യവിശ്വാസികളായ ആൾക്കാരെ പൈസ എടുത്തിട്ട് ഓൽക്കൊരു ട്രെൻഡ് ഉണ്ടാക്കി കൊടുക്കും പുറത്തേക്ക്. ജുമാക്ക് എല്ലാ പള്ളിയിലും കാണാം പുറത്തേക്കൊരു ഇത്. അവസാനം ഈ പൈസ എടുത്തിട്ട് ടെന്റ് ഉണ്ടാക്കിയവർ അതിൻ്റെ ഉള്ളിൽ കൊടുക്കും. മറ്റോ നേരത്തെ അത് മുമ്പ് കുത്തിരിക്കും. ഈ പോണ്ടോണ്ടല്ലോ ഒരു, അതാ പല സ്ഥലത്തും ഉണ്ടാവാറ് അല്ലേ. അപ്പൊ ഏതായിരുന്നാലും നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല സംസ്കാരം പഠിപ്പിക്കുക. അതിന് 10 വയസ്സായി നിസ്കരിച്ചില്ലെങ്കിൽ ചെറിയ തൊഴിൽ ശിക്ഷിക്കുക. ചെറിയ തൊഴിൽ ശിക്ഷിക്കുക എന്ന് പറഞ്ഞപ്പോ ഒന്ന് പഠിപ്പിക്കേണ്ടതുണ്ട്. മുമ്പൊക്കെ നമ്മളെ ബാപ്പാര് മക്കളടിച്ചിരുന്നവരെ കൈ കിട്ടിയതിനെ കൊണ്ടാണ്. ചിലത് ബെൽറ്റിട്ട് പൂശലാണ്. മൂപ്പര് വല്ല കരാട്ട കളിക്കാൻ മോനോട് വന്നായി കിട്ടിയത് എടുത്ത് എറിയുക, കിട്ടിയത് എടുത്തടിക്കുക. അങ്ങനെ ആയിരുന്നു മുമ്പത്തെ ബാപ്പാര്. സ്നേഹക്കുറവുകൊണ്ടൊന്നല്ല, ഓർക്ക് വിവരക്കുറവുണ്ടാ, സ്നേഹക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്നുണ്ടെങ്കിൽ ഒരു കാൽമൽ ഇങ്ങനെ കാലും കയറ്റി കസേലിന്റെ മുകളിൽ കൊലായിലാണ് അങ്ങനെ കുത്തിരിക്കും. മൂപ്പര് നരി കുത്തിരിക്കുമ്പോഴേ കുത്തിരിക്കുക, മക്കളോടൊന്നും മുണ്ടൂല അല്ലേ. അങ്ങനത്തെ തലമുറ ആയിരിക്കും ഇപ്പൊ ഈ കുത്തിരിക്കുക. ഞാനൊക്കെ അടക്കമുള്ളൂ മിക്കവാറും ബാപ്പാരെ ഉമ്മം കിട്ടണതിന് പകരം നല്ലോണം കിട്ടിയാലായിരിക്കും. ഇപ്പോഴുള്ള തലമുറ അങ്ങനെ മാറി. ഇസ്ലാമിക സംസ്കാരം പഠിപ്പിച്ചു കൊടുത്തു. മക്കളെ ചുംബിക്കാത്തവനക്ക് അള്ളാന്റെ കാരുണ്യം കിട്ടൂല. മക്കളെ ചുംബിക്കണം. അവനാന്റെ മക്കളെ അവനാൻ ചുംബിച്ചില്ലേ പിന്നെ ആരാ ചുംബിക്കുക? ചിലർക്കൊക്കെ ദേഷ്യ. ചില ഒരു ശിർക്കുള്ള ആൾക്കാർക്കുള്ള ഗുണം എന്താ വെച്ചാല്, ചില കുട്ടികൾ ജനിച്ചാൽ ആ കുട്ടിയോട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഓൻ ജനിച്ചതിന്റെ ശേഷമാണ് പീടിയൊക്കെ ഒന്ന് ഉഷാറായത്. മറ്റേ ദജ്ജാലുണ്ടല്ലോ എല്ലാം നഷ്ടി കുശിയാക്കിയത് ഒരാ. ഓൻ ഈ നല്ലോണം ഉണ്ടായി തോന്നിയില്ലേ, ഓനക്ക് എപ്പോഴും ചായപ്പീടിയെ കൊണ്ടൊക്കെ ഇറച്ചി പൊറാട്ടയോ നല്ല ബണ്ണോ അതിനെപ്പോഴും ഇറച്ചി പൊറാട്ടയോ കിട്ടും. മറ്റേതൊന്നും ഉണ്ടാവില്ല. ആദ്യം അവിടെ തന്നെ പൊളിച്ചെഴുതിയ റസൂലുള്ളാന്റെ ജന്മം തന്നെ. അള്ളാന്റെ റസൂൽ ഇവിടെ ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ ബാപ്പ അബ്ദുള്ള യാത്രയായി. നമ്മളാണ് എന്തു പറയും, ചെക്കന്റെ തല ഇവിടെ കാണുന്നതിന് മുമ്പ് തന്നെ ബാപ്പ പോയി. മുന്തിയ കുരുകുരുത്തക്കെട്ട ചക്കര എന്നല്ല പറയാ. ആ മകനാണ് അഷ്റഫുൽ ഖൽഖ് എന്ന് നമ്മളെ കൊണ്ട് വിളിപ്പിച്ചത് അല്ലേ. അത് കഴിഞ്ഞ് 4 വയസ്സ് മുഹമ്മദ് നബിക്ക് എത്തിയപ്പോ ഉമ്മ ആമിനയും യാത്രയായി. അപ്പം തന്തിയും തള്ളിയും പോയി. പിന്നെ മൂത്താപ്പി എളാപ്പി തൊടുന്നോല് മുഴുവൻ 8 വയസ്സിന്റെ ഇടയിലെല്ലാം തീർന്നു. നമ്മളാണെങ്കിൽ എന്ത് പറയും,
അതിനോട് കളിക്കാൻ കേട്ടോ, തൊട്ടോല് ഭരിക്കും. ഇവിടെ അടുത്തൊരു പെണ്ണ് ഈ ഗതികേട് കുടുങ്ങിയ ഒരു പെണ്ണ് എന്നുവെച്ചാല് ഓളെ കല്യാണം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ ഓളെ ഭർത്താവ് മരിച്ചു. പിന്നെ വേറെ കല്യാണം കഴിച്ചു, 2 മാസം കഴിഞ്ഞപ്പോൾ അതും മരിച്ചു. ഇപ്പോ ആൾക്കാർ പെണ്ണന്വേഷിക്കില്ല, 2 മാസം കൊണ്ട് ഭരിക്കേണ്ടവളുടെയും കെട്ടിക്കോളിതാ എന്ന് പറഞ്ഞാൽ ഓലെ വിചാരം ഇത് ഈ കുട്ടിനെ കെട്ടിക്കൊണ്ട് ഭരിക്കുക എന്നാ അല്ലേ. അപ്പൊ ഇവിടെ എന്താ അറിയോ, നമ്മളെ മക്കൾ ജനിച്ചു കഴിഞ്ഞാൽ നമ്മളെ മക്കൾക്ക് ഇന്ന സ്വഭാവത്തിൽ ഇന്ന രൂപത്തിലുള്ള അനുഗ്രഹം നമ്മളെ കുട്ടിക്ക് ഉണ്ടാവണം. അത് ഇസ്ലാമികമായ സ്നേഹമാണ്, അള്ളാഹിനോടുള്ള സ്നേഹമാണ്, ഇസ്ലാമിക സംസ്കാരത്തിലുള്ള സ്നേഹം. അങ്ങനെ വളർത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ 10 വയസ്സാവും നിസ്കരിക്കാൻ വേണ്ടി ശീലിപ്പിക്കുക. അങ്ങനെ കുട്ടി അതുപോലെ തന്നെ ഉപ്പാനും ഉമ്മാനും ഉപ്പയും ഉമ്മയൊക്കെ നല്ല സ്നേഹിച്ച് വളർത്തുക. അങ്ങനെ ആവുമ്പോഴേ കുട്ടി റബ്ബി റഹ്മുമാ കമാ റബ്ബയാനി സഗീറ, കുട്ടിക്കാലത്ത് ഇന്നെ സ്നേഹിച്ച് ലാളിച്ച് പരിലാളിച്ചതുപോലെ പടച്ചോൻ എന്റെ ഉമ്മനെയും ബാപ്പനെയും നീ പരലോകത്തും ലാളിക്കണേ. നമ്മളിപ്പോ നമ്മളെ ഉമ്മയും ബാപ്പനെയും പടച്ചോൻ എന്നെ കുട്ടിക്കാലത്ത് ലാളിച്ചതുപോലെ ലാളിക്കണേ പറഞ്ഞാൽ മോന്തൊക്കെ അടിക്കുന്നതായിരിക്കും അല്ലേ. കാരണം നമുക്കതാ കിട്ടിയത്. ഇപ്പൊ വേറെ തലമുറ ഇറങ്ങിയത്, ബാപ്പ 2 കുട്ടികളുണ്ട്, 2നെയും ഓടുക്കുക, ഓളിങ്ങനെ കയ്യും വീശി സ്റ്റഡിയിലേക്ക് ബടിയായി നടക്കുക വയ്യാലെ ഉണ്ടോ. ഒന്നിനെപ്പോലും ഓളെടുക്കൂല. മുമ്പ് അങ്ങനല്ലേ, 2നെയും ഓളെടുത്തിന് ഫോറിൻ തുണിയും ഒന്ന് തൂങ്ങണ്. ബസ്സിലൊക്കെ കയറിയാൽ ചിലപ്പോ തുണി കഴിഞ്ഞു നോക്കാം, അങ്ങനെ ഒന്ന് തൂങ്ങുണ്ടാവും. ആരും മൂപ്പരെടുക്കൂലായിരുന്നു. ഇപ്പൊ 2നെയും മൂപ്പരെടുക്കുന്നത്, ഓളെടുക്കലില്ല. സംസ്കാരം മാറി.